ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പറയേണ്ടതെന്നുള്ളതിനെപ്പറ്റി വ്യക്തതയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മതിയോ, അതോ മലയാളത്തിൽ മുഴുവൻ പറയാമോ? ശരി, ഇനി മലയാളം അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവസാനം നമുക്കൊന്ന് പാരഫ്രൈസ് ചെയ്യാം. എന്തായാലും കുറച്ച് കാലമായിട്ട് ഹാർട്ട്ഫുൾനെസ്സുകാർ എന്നെ വിളിക്കുന്നുണ്ട്. നമ്മൾ തിരുവനന്തപുരം വിട്ട് പോകാൻ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ ക്ഷണിച്ചാൽ മതി. മിക്കവാറും ആ സമയത്ത് ഞാൻ അങ്ങോട്ടെങ്കിലും പോകേണ്ട സമയമായിരിക്കും, നടക്കുകയല്ല. അങ്ങനെ രണ്ട് മൂന്ന് തവണ ഇത് നടക്കാതെ പോയി. ഏതായാലും ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ച് ഇന്ന് ഇവിടെ വന്നു. കൃത്യം 4 മണിക്ക് തന്നെ എത്താൻ സാധിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ ഒരു ഉഷ്ണതരംഗം നിലനിൽക്കുന്ന ഒരു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഇത്രയും പേര് ഹൃദയത്തിൻ്റെ വിളി കേട്ട് ഇവിടെ എത്തിയല്ലോ എന്നുള്ള കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇത്രയും പേർക്ക് ഈ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ മുമ്പോട്ട് വരാൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സമൂഹത്തെ പറ്റി കൂടുതലൊന്നും വ്യാകുലപ്പെടേണ്ടതില്ല എന്നുകൂടി ഇവിടുത്തെ ഈ സമ്പന്നമായ സദസ്സ് നമ്മളോട് നിശബ്ദമായി ഒരു വാഗ്ദാനം തരുന്നുണ്ട്. കാരണം ഇവിടെ എന്തിനാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്? നിങ്ങളെല്ലാവരും എന്തിനാണ് ഒരു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ അവസ്ഥയിൽ വീട്ടിലിരിക്കാതെ ഇവിടെ വന്നിരുന്ന് കളയാം എന്ന് വിചാരിച്ചത് എന്തിനാണ്? ഞാനിപ്പോൾ പറഞ്ഞാലും എന്ത് പറയുന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഞാനെന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് എന്തോ കിട്ടും ഈ ഒരു സദസ്സിൽ വന്നിരിക്കുന്നത് വഴി. നമ്മുടെ മനസ്സിൽ എന്തോ സംഭവിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ള വിചാരമാണല്ലോ ആത്യന്തികമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഹാർട്ട്ഫുൾനെസ് ഫൗണ്ടേഷനിൽ പോകണം എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കാനുള്ള കാരണം ആത്യന്തികമായി നമുക്കിത് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമായിരിക്കും എന്നുള്ള വിചാരം തന്നെയാണ്. എസൻഷ്യലി നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തണം എന്നുള്ള വിചാരമില്ലാത്തവരെ ആരുമില്ല. അനുദിനം ജീവിതം മോശമാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം നന്നാവണം എന്നാണ്. സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഉണരുന്നത്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ജീവിതം കൈവിട്ടു പോയി, എങ്ങോട്ടൊക്കെ പോയി, നന്നായതൊന്നും സംഭവിച്ചില്ല. സംഭവിച്ചതെല്ലാം നല്ലതല്ലാത്തത്. അങ്ങനെയാണല്ലോ. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടില്ലെങ്കിൽ ഇതിനകത്ത് ഫൈനൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് നിയമ നടപടിയൊന്നുമില്ല, അറസ്റ്റ് വാറണ്ട് തുടങ്ങിയൊന്നുമില്ല. വോളണ്ടറി ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചേരുകയാണ്. എന്തിനാണ്? ടു ഫൈൻഡ് ഔട്ട് വെദർ തിങ്സ് വിൽ ഇംപ്രൂവ്, വെദർ അവർ ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ ഇംപ്രൂവ്. നമ്മുടെ ആന്തരിക ജീവിതത്തിൻ്റെ ഒരു നിലവാരം വർദ്ധിക്കുമോ? ഞാൻ ഈ സംസാര സാഗരത്തിൽപ്പെട്ട് കാമക്രോധ മോഹലോഭ മതമാത്സര്യങ്ങളിൽപ്പെട്ട് ഉലഞ്ഞ് ഓരോരുത്തരോടൊക്കെ വഴക്കുണ്ടാക്കി, നമ്മളോട് വഴക്കുണ്ടാക്കിയവരെ ചൊല്ലി ഹൃദയം നൊന്ത് നുറുകി, അവനോട് ഇതെല്ലാം പറഞ്ഞു പോയല്ലോ എന്നുള്ള വിചാരത്തിൽ ഖേദിച്ച്, അവനോടങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പശ്ചാത്തപിച്ച്, ലേശം അസൂയ ചിലപ്പോൾ മറ്റുള്ളവരെ പറ്റി തോന്നി, അങ്ങനെയൊക്കെയാണല്ലോ. എല്ലാ വികാരങ്ങളും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും നമ്മളറിയാതെ. നമ്മൾ അറിയുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഹാർട്ട്ഫുൾനെസ്സിൽ വന്നതിൻ്റെ ഒരു ഗുണം. നമ്മുടെ മനസ്സ് എന്തുമാത്രം മലീമസമാണ് എന്നറിയാൻ തീർച്ചയായിട്ടും ഈ ഹാർട്ട്ഫുൾനെസ് പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം, ഡിസ്കവറിങ് ഹൗ ഡിസ്റ്റൻറ്റ് വി ആർ ഫ്രം അവർ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് വണ്ടി തിരിച്ചുവിടാൻ നമ്മളെ സഹായിക്കും. അങ്ങനെയാണല്ലോ. ചിലപ്പോൾ നമ്മൾ പോകുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് എൻ്റെ ആരോ കാണിക്കും, നിങ്ങൾക്ക് പോകേണ്ടത് അവിടെയാണ്, വണ്ടി പോകുന്നത് ഇങ്ങോട്ടാണ്. വണ്ടി നിർത്തി നമ്മൾ തിരിക്കുമ്പോഴത്തേക്ക് ഗൂഗിൾ മാപ്പ് കറക്റ്റ് ആവും എന്ന് പറഞ്ഞതുപോലെ ഏതൊക്കെയോ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, ഈ ഒരു അറിവിലൂടെ ജീവിതത്തിൻ്റെ ദിശ ഒന്ന് മാറ്റിവിടാൻ സാധിക്കുമോ? ജീവിതത്തിൻ്റെ ദിശ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ജീവിതത്തിൻ്റെ ദിശയല്ല, നിങ്ങളുടെ ജോലി മാറ്റാനോ ഒന്നുമല്ല. നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം, നമ്മുടെ ആന്തരിക ജീവിതത്തിൻ്റെ പ്രവർത്തന പഥം, അത് പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതി നമുക്ക് ജീവിതത്തെപ്പറ്റി സന്തോഷവും സംതൃപ്തിയും ആഹ്ലാദവും തരുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും മനുഷ്യബന്ധങ്ങളിലൊക്കെ ഉലച്ചിലുണ്ടാക്കുകയും നമ്മുടെ ആന്തരിക ജീവിതത്തിൽ ആവശ്യമില്ലാത്ത സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയും ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് അസുഖങ്ങളായി തന്നെ രൂപാന്തരപ്പെടുകയും, കാരണം മനസ്സിലുള്ളതാണല്ലോ ശരീരത്തിൽ പ്രതിഫലിക്കുക.
അപ്പോൾ ഈ അകത്ത് മാലിന്യം കിടന്നാൽ ശരീരത്തിൽ മാലിന്യം വരും. അതാണ് രോഗങ്ങളാവുക. അതാണ് പല രോഗങ്ങളുടെയും കാരണം. സൈക്കോസൊമാറ്റിക് ആണ് ഇതെല്ലാം. അപ്പോൾ നമ്മളിതെല്ലാം വിചാരിച്ചിട്ടാണ് ഹാർട്ട്ഫുൾനെസ് പോലെ ഒരു പ്രസ്ഥാനത്തിൽ ചേർത്ത്. ഇതിനകത്ത് മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. ഇവിടെ മനുഷ്യരെന്ന് പറയുന്ന ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു മതമേ ഉള്ളൂ ഹാർട്ട്ഫുൾനെസ്സിൽ. കാരണം ഹൃദയാലുക്കളുടെ ഒരു സംഗമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും, ഞാനും ഇപ്പോൾ ഇതുമായിട്ട് ഇവർ വന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഞാനെന്ന് കാസർഗോഡാണെന്ന് കള്ളം പറയാൻ എനിക്ക് വലിയ മടിയൊന്നുമില്ല. കാരണം പ്രസംഗിക്കാൻ പോകുന്നതിന് കള്ളം പറഞ്ഞേ പറ്റൂ. മനസ്സിലായില്ല? അത് കള്ളം പറയുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റെന്ന് വിധിക്കുന്ന കോടതിയിൽ അപ്പീലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ ഇല്ലെങ്കിൽ ഇരുത്തി പൊറപ്പിക്കാത്തത് കൊണ്ട് കള്ളം പറഞ്ഞു പോയി, ക്ഷമിക്കണം. കാരണം ഞാൻ തിരുവനന്തപുരത്തുള്ള ദിവസം ഞാൻ കാസർഗോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളോട് ഞാൻ അങ്ങനെ പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്താണ് എന്ന് മനസ്സിലാക്കുകയും ഇവിടെ നിങ്ങളോട് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് സമ്മതിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക വഴി എൻ്റെ ഹൃദയത്തിനും ഒരു ലാഘവത്വവും നൈർബല്യവും ഉണ്ടാകുമല്ലോ എന്ന സ്വാർത്ഥ ചിന്ത തന്നെയാണ് എന്നെയും ഈ ഒരു പ്രഭാഷണത്തിന് പ്രേരിപ്പിച്ചതും ഇങ്ങനെ ഞാൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രീ കൃഷ്ണദാസ് ചോദിച്ചൊരു വിഷയം നേരത്തെ കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ആലോചിച്ചില്ല. ഞാൻ പെട്ടെന്നൊരു വിഷയം പറയുകയായിരുന്നു. എന്താണ് കമ്പാഷൻ, ദി അൾട്ടിമേറ്റ് ഹ്യൂമൻ വെർച്യൂ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞു പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പറഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് പറയുകയേ നിവർത്തിയുള്ളൂ. അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി അത് വളരെ ഉചിതമായി ആ പറഞ്ഞത്. കാരണം അതിനകത്തൊരു വാക്ക് ദി അൾട്ടിമേറ്റ് ഹ്യൂമൻ വാല്യൂ എന്ന് മറ്റാണ്, അല്ലേ? അൾട്ടിമേറ്റ് ഹ്യൂമൻ വാല്യൂ എന്നാണ്. ഈ അൾട്ടിമേറ്റ് എന്നുള്ള പദമൊക്കെ അങ്ങനെ ഈ നമ്മൾ ഇലക്ഷൻ സമയത്ത് ഓരോ വാഗ്ദാനങ്ങൾ തരുന്നത് പോലെയോ ചില എന്താണ് നാമവിശേഷണങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയോ ലാഘവ ബുദ്ധിയോടുകൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അൾട്ടിമേറ്റ് ഹ്യൂമൻ വാല്യൂ എന്നുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ ദി അൾട്ടിമേറ്റ്? പരമമായ, ഏറ്റവും പരമമായിട്ടുള്ള മാനവിക മൂല്യം എന്നുള്ളതിലേക്ക് കമ്പാഷൻ അല്ലെങ്കിൽ അനുതാപത്തെ നമ്മൾ കാണണം എന്നുള്ളതാണ് ഈ പ്രഭാഷണത്തിൻ്റെ ട്രസ്റ്റ്. ഇപ്പോൾ അനുതാപം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അനുതാപം അത്ര എളുപ്പമല്ല എന്നാണ് ഞാനിതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് കുറച്ച് പ്രയോജനം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, എനിക്കും. അപ്പോൾ ഈ അനുതാപം അൾട്ടിമേറ്റ് ഹ്യൂമൻ വാല്യൂ എന്ന് ഞാൻ പറയണമെങ്കിൽ എന്താണ് ഇതിനൊരു ന്യായീകരണം? ഒരു കാര്യത്തെപ്പറ്റി അൾട്ടിമേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് കടന്ന കൈയാണത്. അൾട്ടിമേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണമെങ്കിൽ ബട്ട് ഫോർ വിച്ച് നത്തിങ് എൽസ് വുഡ് ഹാപ്പൻ, അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. ഏതില്ല എങ്കിൽ മറ്റൊന്നും സംഭവിക്കില്ലയോ, ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് തിങ്. അപ്പോൾ ഏതൊരു മൂല്യമില്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് മാനവിക മൂല്യങ്ങൾക്ക് ശോഭയില്ലാതിരിക്കുമോ? സൂര്യനെന്ന് പറയുന്ന തേജസ് ഇല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾക്ക് എങ്ങനെ വെളിച്ചമില്ലാതിരിക്കുമോ? അതുപോലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ വാല്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ അത് കമ്പാഷനാണ് എന്നുള്ള ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അടുത്ത ഏതാനും നിമിഷങ്ങൾ ചോദ്യോത്തരമുണ്ട്. ഇതിനുശേഷം ചോദ്യോത്തരമുണ്ടോ? ഉണ്ടോ? അല്ല, അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളം പറയാൻ. ചോദ്യമില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പോവാം. മനസ്സിലായില്ലേ? ചോദ്യമുള്ള സദസ്സാണെങ്കിൽ ആലോചിച്ചും കണ്ടും പറയണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് അൾട്ടിമേറ്റ് ഹ്യൂമൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ബാക്കി എന്തെല്ലാം ഉണ്ടായിട്ടും ഇതില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള തരത്തിൽ ഉള്ള ഒരു മൂല്യം ഏതാണോ അത് എന്ന് പറഞ്ഞാൽ ഞാൻ മഹാപണ്ഡിതനായിരിക്കും, എനിക്ക് എല്ലാം അറിയാം, പല വിഷയങ്ങളിൽ എനിക്ക് PhD തുടങ്ങിയ എല്ലാ ആഭരണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത ഒരു ഭൂലോക ദുഷ്ടനാണ് ഇയാൾ എന്ന് ഒരാൾ പറയുമെങ്കിൽ എൻ്റെ ജ്ഞാനം കൊണ്ടും ജ്ഞാനമല്ല, എൻ്റെ വിജ്ഞാനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇറ്റ് ബിക്കംസ് ഫ്യൂട്ടൈൽ. അങ്ങനെ നമുക്ക് ഏതൊരു വെർച്യുവിനെയും ഫ്യൂട്ടൈലാക്കാൻ സാധിക്കുന്നതിൻ്റെ ആബ്സൻസ് എന്താണ്? ഇറ്റ് ഈസ് കമ്പാഷൻ. ഇഫ് യു ഡു നോട്ട് പൊസസ് കമ്പാഷൻ, all your other virtues are futile, are invalidated. അങ്ങനെ ഇൻവാലിഡേറ്റഡ് ആക്കാൻ സാധിക്കുന്ന ഒരൊറ്റ മൂല്യമായിട്ട് ഞാൻ കണ്ടത് കമ്പാഷൻ ആണ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ പ്രിസംപ്ഷൻ ഓഫ് ദിസ് ടോക്ക്. നമുക്ക് അറിവുണ്ടാവാം, ഞാൻ വലിയ കർമ്മയോഗിയായിരിക്കാം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ആരോടും ഒരു കമ്പാഷൻ ഇല്ലാതെയാണ് ഞാനത് ജോലി ചെയ്യുന്നതെങ്കിൽ, ഞാൻ എത്ര വലിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, ഞാൻ ഏറ്റവും സമുന്നതമായ പദവിയിലിരുന്ന് അങ്ങ് വിരാജിക്കുകയാണെങ്കിലും ശരി, എന്നെക്കൊണ്ട് മനുഷ്യർക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഐ ലാക്ക് ദ ഫണ്ടമെൻ്റൽ വെർച്യൂ ഓഫ് കമ്പാഷൻ. എന്നാൽ നമ്മൾ അധികം വലിയ ജോലിയൊന്നും ചെയ്യുന്നില്ല, സാമാന്യമായിട്ട് ജോലിയെ ചെയ്യുന്നുള്ളൂ. കൂട്ടത്തിൽ ഇത്തിരി കമ്പാഷൻ കൂടെ ഉണ്ടോ എങ്കിൽ യുവർ ക്വാളിറ്റി ഈസ് ഓഗ്മെൻറ്റഡ്. അത് മാത്രം മതി. നമ്മുടെ 50% പോരായ്മകളെ പരിഹരിക്കുവാൻ നിങ്ങളുടെ മനുഷ്യത്വം മാത്രം മതി, നിങ്ങളുടെ കമ്പാഷൻ മാത്രം മതി എന്നൊക്കെ
തിരിച്ചറിഞ്ഞ ഒരു ഘട്ടത്തിൽ, ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാം ഹാർട്ട്ഫുൾനെസ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും സാധാരണഗതിയിലുള്ള ഈശ്വര വിശ്വാസികളും കൂടി ആയിരിക്കും നമ്മളിൽ പലരും. ഇപ്പോൾ ഗുരുവായൂരപ്പനെ വിളിക്കുന്നു. അപ്പോൾ ഈ അങ്ങനെയുള്ള പാട്ടുകളിലൊക്കെ ഒരു ഗുരുവായൂരപ്പനെ പറ്റി ഒരു പാട്ടുണ്ടല്ലോ, കരുണ ചെയ്യാൻ എന്ത് താമസം എന്നാണ് ചോദ്യം. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിൽ ദയാസിന്ധോ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം തന്നെ ശരിക്കും പറഞ്ഞാൽ നാരായണ ഗുരുദേവനാണ് എൻ്റെ ഈ പ്രഭാഷണത്തിലുള്ളൊരു പ്രചോദനം. കാരണം അദ്ദേഹത്തിൻ്റെ അനുകമ്പ ദശകം വായിച്ച് ഞാൻ പ്രഭാഷണം നടത്തിയപ്പോഴാണ് ഇത് അങ്ങനെ ഒരു ചെറിയ പ്രഭാഷണം നടത്തേണ്ടതല്ല, ഇത് ജീവിതത്തിൻ്റെ കാതലായ വിഷയമാണല്ലോ ഈ അനുകമ്പ എന്നുള്ളത് എനിക്ക് ഉണ്ടായി. അതിനകത്തും കരുണാകര എന്നാണ്, ദയാസിന്ധോ, കരുണാകര. ഈ ദൈവങ്ങളെയൊക്കെ എന്തിനാണ് ഈ കരുണാമയനെന്നും കരുണാസാഗരം ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്? ബിക്കോസ് ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി വിച്ച് ഗോഡ് ഈസ് കേപ്പബിൾ ഓഫ്. ദൈവത്തിനെ കണ്ട് നമ്മൾ ഇംബൈബ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ദൈവികമായിട്ടുള്ള വെർച്യു എന്നുള്ളത് ദൈവത്തിൻ്റെ അപാരമായിട്ടുള്ള കരുണ തന്നെയാണ്. കരുണയില്ലാത്ത ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കാറില്ല എന്നുള്ളത് കൂടി ആലോചിച്ചു. കരുണയുള്ള ദൈവങ്ങളോടെ നമ്മൾ പ്രാർത്ഥിക്കൂ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് കരുണയാണ്, കമ്പാഷനാണ്. അപ്പോൾ കമ്പാഷൻ ഈസ് ദി അൾട്ടിമേറ്റ് ഹ്യൂമൻ വിർച്യു, ബിക്കോസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ദാറ്റ് ഓൾ അതർ വിർച്യൂസ് ലൂസ് ദെയർ ഷൈൻ ആൻഡ് ഷെയിൻ. അതാണ് നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിട്ടും, ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ സ്വാധീനമുണ്ട്, സ്ഥാനമുണ്ട്, അറിവുണ്ട്, എല്ലാമുണ്ട്, അധികാരമുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ ദർ ഈസ് നോ കമ്പാഷൻ. ഹി ഈസ് ആസ് ഗുഡ് ആസ് ഒരു ശിലാവിഗ്രഹം പോലെ നിർഗുണമാണ് അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ എന്ന് ഉള്ള ഒരു ആമുഖത്തോടു കൂടി നമുക്ക് ഈ വിഷയത്തിൻ്റെ, ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് എന്തിനെന്ന് പറഞ്ഞ് നോക്കാതെ ഞാൻ പറയാം, പക്ഷേ പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പൊക്കളയും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് കേട്ടോ, അല്ലാതെ എൻ്റെ ഫ്ലോ കളയാനല്ല. അപ്പോൾ ഇതൊക്കെ ഹാർട്ട്ഫുൾനെസ്സുമായിട്ട് നടക്കുന്ന നിങ്ങളോട് ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നൊരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. നിങ്ങൾക്ക് യു ഹാവ് യുവർ ഓൺ മെത്തഡോളജി, യു ഹാവ് യുവർ ഓൺ മെഡിറ്റേഷൻ ടെക്നീക്സ്. എനിക്ക് ടെക്നിക്സ് എന്ന് കേൾക്കുമ്പോഴേ ചെറുതായിട്ട് തല കറങ്ങുന്ന ഒരാളാണ്. ഞാൻ ഒരു ടെക്നിക്കിലും വിശ്വസിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഒരു പ്രസ്ഥാനത്തിലില്ല കേട്ടോ. ഞാൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ അംഗമല്ല. സത്യസായി ബാബാക്കാരെന്നെ വിളിക്കും, ഞാൻ പോയി പ്രസംഗിക്കും, പലയിടത്തും ഞാൻ പോകും. പക്ഷെ ഞാനൊരു പ്രസ്ഥാനത്തിലും അംഗമല്ല. ബിക്കോസ് ഐ ഹാവ് എ ഗ്രേറ്റ് സസ്പിഷൻ അബൌട്ട് ഈ നിങ്ങളുടെ മെത്തഡോളജിയെ പറ്റിയൊക്കെ എനിക്ക് വലിയ സസ്പിഷൻ. അതൊരു DNA ഫോൾട്ടാണ്. എനിക്ക് ആരെങ്കിലും ഒരു വഴി പറഞ്ഞു തരുന്നത് വേണ്ട, ഞാൻ സ്വയം വഴി കണ്ടുപിടിച്ചോളാം എന്ന് പറയുന്നത് എൻ്റെ ഒരു ശീലമായിപ്പോയി. ഐ വിൽ ഫൈൻഡ് മൈ ഓൺ വേ, ബട്ട് ഐ വിൽ നോട്ട് ഫോളോ എ റൂട്ട് സ്റ്റിപ്പുലേറ്റഡ് ടു മീ. അതിനെപ്പറ്റി എനിക്ക് സംശയം വരും. സംശയമല്ലാതെ എനിക്ക് ചേരുമില്ല എന്നൊരു വിചാരം. കാരണം എന്നെ അറിഞ്ഞുകൂടാതെ ആണല്ലോ ഈ മരുന്ന് കുറിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കഴിക്കില്ല എന്ന ഒരു അധിക പ്രസംഗി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ഹാർട്ട്ഫുൾനെസ്സുകാർക്ക് ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ, അവരോട് കമ്പാഷനെ പറ്റി പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞാൻ ഈ ഹാർട്ട്ഫുൾനെസ്സിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അതും കൂടെ പറയണമല്ലോ. ഹൃദയത്തിലാണ് നിങ്ങളുടെ ഈ സത്യമെന്ന് പറയുന്ന, പ്രകാശം എന്ന് പറയുന്ന, സൂര്യൻ എന്ന് പറയുന്ന, അറിവെന്ന് പറയുന്ന ഒക്കെ ഉറവിടം ഹൃദയമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മെഡിറ്റേഷൻ്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന കാര്യം ശ്രദ്ധയാണ്. ശ്രദ്ധ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ഇല്ലേ? ശ്രദ്ധയുള്ളവനെ ജ്ഞാനമുള്ളൂ. അപ്പോൾ എന്താ ഈ ശ്രദ്ധ? ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നതാണോ ശ്രദ്ധ? അല്ല. ഞാനീ ഒരു പുസ്തകത്തിൽ നിന്നും പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ സ്വന്തം കൃതികളാണ്. അശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധയില്ലായ്മ. ഒരു അശ്രദ്ധയോടുകൂടി ജീവിക്കുന്നവൻ്റെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ അവന് ശ്രദ്ധയില്ല. അശ്രദ്ധ എവിടെയൊക്കെയാണ്? എനിക്ക് മറ്റുള്ളവൻ്റെ വികാരങ്ങളെപ്പറ്റി തികഞ്ഞ അശ്രദ്ധയാണ്. എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ അശ്രദ്ധാലുവാണ്. ശ്രദ്ധാലുവല്ല, എനിക്ക് യാതൊരു ശ്രദ്ധയുമില്ല. അവൻ എന്ത് സംഭവിച്ചാലും എനിക്കെന്ത്? ശ്രദ്ധയില്ല. അപ്പോൾ ശ്രദ്ധയുടെ ഓപ്പോസിറ്റാണ് അശ്രദ്ധ. ആൻഡ് അശ്രദ്ധ എന്തുകൊണ്ട് വരുന്നു? അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. ഞാൻ ആ അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. ഇൻഡിഫറൻസ് ടു ദി അതർ പേഴ്സൺ, അതാണ് അശ്രദ്ധ എന്ന് ഞാൻ. ഭഗവത്ഗീതയിലെ ശ്രദ്ധയ്ക്ക് വേറെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് കേട്ടോ, ഞാനത് അറിഞ്ഞുകൂടാ എന്ന് പറയുകയല്ല. പക്ഷെ ഇവിടെ ഞാൻ ഈ ശ്രദ്ധയുടെ വിപരീതം എന്നുള്ള നിലയ്ക്ക് അശ്രദ്ധയെ എടുക്കുകയാണ്. നിങ്ങളുടെ സകല പ്രാക്ടീസിൻ്റെയും ആധാരമായിട്ടുള്ളത് ഈ അപാരമായിട്ടുള്ള ശ്രദ്ധയാണ് എന്നെനിക്ക് തോന്നുന്നു. ശ്രദ്ധ ടു യുവർ ഹാർട്ട്. ഹൃദയത്തിൻ്റെ ഓരോ ചലനത്തിനോടും ശബ്ദത്തിനോടുമുള്ള നിങ്ങളുടെ
അതീവ തീക്ഷ്ണമായിട്ടുള്ള, അതീവ ജാഗ്രതയോട് കൂടിയ ശ്രദ്ധ. ആ ശ്രദ്ധ മാത്രം മതി നമ്മളെ നേർവഴിക്ക് നയിക്കാൻ എന്നുള്ളത് ആകാതെ അല്ല ഞാൻ ഈ കമ്പാഷനിലേക്കൊക്കെ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇറ്റ്സ് ഓൾ, ദേ ആർ ഓൾ ഐഡന്റിക്കൽ, ദേ ആർ ഓൾ റിലേറ്റഡ്. അവരെല്ലാം വളരെ അടുത്ത ബന്ധുക്കളാണ് കേട്ടോ. ഇതൊക്കെ പല പേരിൽ നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധ, ഹൃദയത്തിൻ്റെ ശബ്ദത്തിനോടുള്ള ശ്രദ്ധ. ഹൃദയം നമ്മളോട് പറഞ്ഞു തരുന്ന കമാൻഡുകളുണ്ട്, നമുക്ക് തരുന്ന കമാൻഡുകളുണ്ട്, നമുക്ക് കാണിച്ചു തരുന്ന പരമാർത്ഥങ്ങളുണ്ട്, നമുക്ക് കാണിച്ചു തരുന്ന വഴികളുണ്ട്. ഇൻ എ ഫ്ലാഷ്, ജ്ഞാനം കൊണ്ട്, നമ്മുടെ യുക്തി കൊണ്ട് നമുക്ക് സാധിക്കാത്ത അറിവുകൾ നമുക്ക് ക്ഷണനേരം കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്ന ഹൃദയത്തിൻ്റെ അത്ഭുതം നമുക്ക് വശമാണ്. അത് വശപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഹാർട്ട്ഫുൾനെസ്സിന്റെ ലക്ഷ്യം എനിക്ക് തോന്നുന്നു. കാരണം മനുഷ്യ വിവേകത്തിന്റെ മുഴുവൻ സത്ത പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലൂടെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ ഹൃദയത്തിന്റെ ശബ്ദത്തിനോട് ശ്രദ്ധിക്കുമെങ്കിൽ നമുക്ക് വേറെ അശ്രദ്ധ ഉണ്ടാവുകയില്ല. Then you cannot be indifferent to the problems of others. പക്ഷേ ശ്രദ്ധയില്ലാത്തവനോ, അവന്റെ ശ്രദ്ധ മുഴുവൻ ഈ അശ്രദ്ധയിലാണ്. എനിക്ക് എൻ്റെ കാര്യത്തിലാണ് ശ്രദ്ധ, അവനെന്താ എനിക്കെന്താണ്, ഐ എം ഇൻഡിഫറൻറ്റ്. നമ്മളെ കൊണ്ട് വേറൊരുത്തനുണ്ടാകുന്ന ദുഃഖത്തെ പറ്റിയോ അവനുണ്ടാകുന്ന ജീവിത ദുരന്തങ്ങളെ പറ്റിയോ ഐ ആം നോട്ട് ബോതേർഡ്, ബിക്കോസ് ഐ ആം കൺസേൺഡ് only about myself. ഹൃദയത്തെ ശ്രദ്ധിക്കുന്ന ഒരുത്തൻ സ്വാഭാവികമായി തന്നെ നിസ്വാർത്ഥനും ആയിരിക്കും. അശ്രദ്ധ വരുന്നതാകട്ടെ തികഞ്ഞ സ്വാർത്ഥതയിൽ നിന്നാണ്. കാരണം ഐ ആം കൺസേൺഡ് only about me, my joy, my happiness. എൻ്റെ സുഖ സൗകര്യങ്ങളും സുഖഭോഗങ്ങളും അല്ലാതെ ഒന്നിനെ കുറിച്ചും എനിക്ക് ശ്രദ്ധയില്ല. അവൻ്റെ ശ്രദ്ധയാണ് അശ്രദ്ധ. അതിൻ്റെ വിപരീതത്തിലാണ് ശ്രദ്ധയുടെ നിൽപ്പ്. ഇതാണ് അങ്ങനെയാണ് നമ്മൾ ഹൃദയത്തിൻ്റെ വെളിച്ചത്തിലേക്കും സത്യത്തിലേക്കും ശബ്ദത്തിലേക്കും നമ്മുടെ ജീവിതത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട്, അനുസന്ധാനം എന്നുള്ള വാക്കാണ് അതിൻ്റെ ശരി, അലൈൻ ഇറ്റ് വിത്ത് ദ വോയിസ് ഓഫ് ദ ഹാർട്ട്. അങ്ങനെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ വേറെ വഴികാട്ടി വേണ്ട. ഹൃദയം തന്നെ നമ്മുടെ വഴികാട്ടിയായി നേരായ മാർഗത്തിലൂടെ നമ്മെ നടത്തിച്ചുകൊള്ളും. എന്നാൽ ഈ വളരെ സിമ്പിൾ ആൻഡ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണിത്. ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയുന്നത്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ശ്രമിച്ചാൽ പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള മട്ടിൽ അപാരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് മാത്രമേ ഹൃദയത്തെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് എന്നെക്കാളും ഭംഗിയായി ഇത് പരിശീലിക്കുകയും ഇവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പരിശീലിച്ചു കൊണ്ടിരുന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരുടെയും അനുഭവം അതായിരിക്കും. ഇറ്റ് സൗണ്ട്സ് വെരി സിമ്പിൾ, ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. ഓൾ സിമ്പിൾ തിങ്സ് ആർ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. അൺലെസ്, എന്തുകൊണ്ട് ഡിഫിക്കൽട്ട് ആയി എന്ന് ചോദിച്ചാൽ, ആ പ്രക്രിയയുടെയോ ആ ടെക്നിക്കിൻ്റെയോ ആ സമീപനത്തിൻ്റെയോ കുഴപ്പം കൊണ്ടല്ല. നമ്മൾ ഇലക്ട്രിസിറ്റി പറയുമ്പോൾ നമ്മളുടെ മെഷീൻ ആ ലോഡ് എടുക്കുകയില്ല. അതാണ് കാര്യം. എന്താ ലോഡ് എടുക്കാത്തതെന്ന് ചോദിച്ചാൽ, അതിനകത്ത് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കയറി കിടക്കുകയാണ്. അതുകൊണ്ട് ഇത് കയറുമ്പോഴത്തേക്ക് ആകെ പ്രശ്നമാകും. സോ ബേസിക്കലി നിങ്ങൾ ഈ ഹാർട്ട്ഫുൾനെസ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ മേൽഗതി ഉണ്ടാകണമെങ്കിൽ പ്ലീസ് മേക്ക് യുവർ ഹാർട്ട് ആസ് ലൈറ്റ് ആസ് പോസിബിൾ. ഏറ്റവും ലാഘവത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് ഇത് വളരെ എളുപ്പമായി തീരും. ലാഘവത്വത്തിനുള്ള ഏറ്റവും വലിയ തടസ്സമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സമായിട്ടുള്ള ഞാൻ എന്ന ഭാവം. ഞാൻ എന്നെ പറ്റിയുള്ള ചിന്ത പോവുക എളുപ്പമല്ലായിരിക്കാം. ടാഗോർ ഒരിടത്ത് പറയുന്നുണ്ട്, ഞാനൊരു ടാഗോർ ഫാനാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ടാഗോർ ഞാൻ അറിയാതെ വന്നു പോകും. ടാഗോർ ഒരിടത്ത് പറയുന്നുണ്ട്, when he talks about total surrender before God, ദൈവത്തിൻ്റെ മുമ്പിലുള്ള പരമ സറണ്ടറിനെ പറ്റി പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, നിന്നെ അറിയാൻ മാത്രമുള്ള എന്നിൽ ബാക്കിയായെങ്കിൽ, I was awestruck by that qualified humility. നിന്നെ അറിയാൻ മാത്രമുള്ള എന്നിലെ ഞാൻ ബാക്കിയായെങ്കിൽ, ബാക്കിയൊക്കെ നീ എടുത്തു വന്ന പറഞ്ഞു. Let my ego be shattered, but only that little ego, let it remain, by which I recognize you. നീ എൻ്റെ അടുത്ത് വന്നത് തിരിച്ചറിയാൻ മാത്രമുള്ള എന്നിൽ അവശേഷിച്ചെങ്കിൽ എന്ന് പറയുന്ന ടാഗോറാണ് എൻ്റെ ഗുരുനാഥൻ കേട്ടോ. എൻ്റെ ഗുരുനാഥൻ അവിടെയാണ് എന്ന് പറയുന്നത് പോലെ അതത്ര എളുപ്പമല്ല. എന്നിലെ എല്ലാം നീ എടുത്തോ എന്ന് പറയാൻ എളുപ്പമല്ല. ആ സറണ്ടർ, എന്നെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ വഴി
ക്ലേശകരമായിട്ട് തോന്നുന്നുവെങ്കിൽ അത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ഹാർട്ടിൻ്റെ പ്രശ്നമാണ്. ഹാർട്ടിനകത്ത് ഇമ്പ്യൂരിറ്റീസ് കയറി കിടക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. ദെയർഫോർ യു ഹാവ് ടു മേക്ക് ഇറ്റ് ചേസ്റ്റ് ആൻഡ് പ്യുവർ ബൈ ടേക്കിംഗ് എവേ ദി ഐ. ആ ഐ കോൺഷ്യസ്നെസ് അങ്ങ് മാറ്റുക എന്നുള്ളത് തന്നെയാണ് അടിയന്തരമായിട്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. അതത്ര എളുപ്പമല്ല എന്ന് മാത്രം. ഇത് ലോകത്തിലുള്ള എല്ലാ ആത്മീയ പാതകളുടെയും സത്ത വാസ്തവത്തിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ നമ്മുടെ വേദാന്തത്തിൽ പറയുന്ന അദ്വൈതം എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ഹാർട്ട്ഫുൾനെസ് തന്നെയാണെന്ന് ഞാൻ പറയും. ബിക്കോസ് ഈ വേദാന്ത ചിന്ത അല്ലെങ്കിൽ അദ്വൈതം എന്നൊക്കെ പറയുന്നത് അതിന് കുറച്ച് ഇൻ്റലക്ച്വലൈസേഷൻ ഉണ്ട്. അതാണ് നമ്മളെയൊക്കെ ചിലപ്പോൾ പുട്ട് ഓഫ് ചെയ്ത് കളയുന്നത്. പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒറിജിനലിനേക്കാളും കൂടുതൽ സങ്കീർണം. മനസ്സിലായില്ല. അങ്ങനെ ബേസിക്കലി ഐ ഹാവ് അണ്ടർസ്റ്റുഡ് അദ്വൈത ഇൻ എ വെരി വെരി സിംപ്ലിഫൈഡ് ഓർ സിംപ്ലിസ്റ്റിക് എന്നുള്ള വാക്കായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. ഇൻ എ സിംപ്ലിസ്റ്റിക് മാനർ. അതെന്താണ്? ദർ ഈസ് ഓൺലി വൺ ട്രൂത്ത് ദാറ്റ് പെർവൈഡ്സ് ദി എൻറ്റയർ യൂണിവേഴ്സ്. ദർ കനോട്ട് ബി ഡിഫറെൻറ്റ് ട്രൂത്ത്സ് ഇൻ ദിസ് വേൾഡ് അല്ല, ഈ യൂണിവേഴ്സ് തന്നെ ബൈൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതും സർവൈവ് ചെയ്തിരിക്കുന്നതും ഈ കോടാനുകോടികളായിട്ടുള്ള ഗ്രഹതാരകങ്ങളെല്ലാം അതിൻ്റെ സ്ഥലത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നതും അനന്തമായ കാലം തൊട്ട് അനാദിയായ കാലം മുതൽ അനന്തമായ കാലത്തിലേക്ക് ഇങ്ങനെ ഈ കാലം അനന്തമായി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതും നീർപ്പോളകൾ പോലെ നമ്മൾ ജനിച്ച് ജീവിച്ച് പോകുന്നതും എത്രയോ ഗ്രഹതാരകങ്ങൾ ഉള്ളതിൽ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ ഒരു കൊച്ചു സൂര്യൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്ന 9 ഗ്രഹങ്ങളിൽ ഒന്നിൽ ഇവിടെ കുറച്ച് കാലത്തേക്ക് 4-ൽ 3 വെള്ളവും 3-ൽ 1 കരയുമായിട്ട് ജീവിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ കരയ്ക്ക് വേണ്ടി അങ്ങോട്ട് വെട്ടിയും കൊന്നും ചത്തുമൊക്കെ കുറച്ച് കാലം 80 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ഈവൻ മാർക്ക്ഡ് ഓൺ ദി പിന്നെ കോസ്മിക് മാട്രിക്സിൽ നമ്മളെ മാർക്ക് ചെയ്യാൻ ഒരു കുത്തുപോലും ഇടാൻ സാധ്യമല്ല. നമ്മുടെ ജന്മം അത്ര ക്ഷണികമാണ്. ആ ക്ഷണിക ജന്മത്തിനുള്ളിലാണ് അടിപിടി അക്രമം എല്ലാം കഴിച്ച് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ മുഴുവൻ ഗവേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏതൊന്നിൻ്റെ ഭാഗമാണോ, ഏതൊരു സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് ഏതൊരു മെഗാ എന്നുള്ള വാക്ക് വളരെ ചെറുതായിപ്പോയി, ഏതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള എനർജി സിസ്റ്റത്തിൻ്റെ ഭാഗമായി നമ്മളും ഇങ്ങനെ എനർജൈസ്ഡ് ആയിട്ടിരിക്കുന്നുവോ ആ സിസ്റ്റമാണ് ദ ട്രൂത്ത്. ദാറ്റ് എനർജി ഫീൽഡ് ഈസ് ദ ട്രൂത്ത്. ഇറ്റ്സ് എ വെരി ഇൻ്റലിജൻറ്റ് എനർജി. ആ എനർജി നമ്മളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ശവമാകാതെ ശിവമായി ജീവിക്കുന്നത്. ശിവം ഈസ് നത്തിങ് ബട്ട് ജീവൻ. ജീവൻ്റെ വേറൊരു ഭാഗമാണ് ശിവൻ. ശിവൻ എന്ന് പറയുന്നത് ജീവനാണ്. അതുകൊണ്ടാണ് ശിവൻ പോയാൽ നമ്മൾ ശവമാണ് എന്ന് പറയുന്നതിനർത്ഥം യു ആർ ഡെഡ് മാറ്റർ, ദർ ഇസ് നോ എനർജി ഇൻ ഇറ്റ്. ആ എനർജി നമ്മളിലൂടെ പ്രസരിക്കുമ്പോൾ യു ആർ പാർട്ട് ഓഫ് ദ ഹോൾ കോസ്മോസ് പൾസേറ്റിംഗ് വിത്ത് എനർജി. ആദിപരാശക്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. യു ആർ പാർട്ട് ഓഫ് ദിസ് എനർജി മാട്രിക്സ്. ദെയർഫോർ മീ ആൻഡ് ദിസ് എനർജി ഞങ്ങൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അത് മെഗയാണ്, ഞങ്ങൾ മൈക്രോ ആണെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാം ഒന്ന് തന്നെ. കടലിലെ വെള്ളം കയ്യിലെടുത്താലും കടലിൽ കിടക്കുന്ന വെള്ളം ഒന്ന് തന്നെയാണ്, ഇല്ലേ? വിസ്തൃതിയിൽ കുറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. എസെൻഷ്യലി വി ആർ ഓൾ ദ സെയിം എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളൂ അദ്വൈതം. ഈ ശങ്കരാചാര്യർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആവേണ്ട കാര്യമില്ല കേട്ടോ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്യുവർ ഫിസിക്സ്. നത്തിങ് ബട്ട് പ്യുവർ ഫിസിക്സ്. വേറെ പല ദൈവങ്ങളുണ്ടോ? ഒരു ദൈവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഈ കോസ്മിക് പവർ, വെരി ഇൻ്റലിജൻറ്റ് കോസ്മിക് പവർ. ആ ഇൻ്റലിജൻസിനെ പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കുന്ന മസ്തിഷ്കമല്ല നമുക്ക്. അത് ആലോചിച്ച് നമ്മൾ ബോധം കെട്ട് വീഴും. കാരണം അത്രയ്ക്കുള്ള ബോധമേ നമുക്കുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷേ ഈ ഏതോ സമയത്തുള്ള ഒരു വെസ്റ്റേൺ ഇൻ്റലക്ച്വൽ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് വി തോട്ട് ദാറ്റ് വി ആർ ദ അൾട്ടിമേറ്റ്. ഈ ഹോമോ സെൻട്രിസിറ്റി എന്നൊക്കെ പറയും, മനുഷ്യനാണ് ആന്ത്രോപോ സെൻട്രിസിറ്റി എന്നൊക്കെ പറയും പോലെ മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് പാരഗൺ ഓഫ് വിർച്യു എന്നൊക്കെ പറയുന്നത് ഒരു വെസ്റ്റേൺ മയോപിക് ഇൻ്റലക്ച്വൽ അരോഗൻസ് ആണ്. എന്നാൽ പൗരസ്ത്യ ചിന്തയ്ക്ക് അങ്ങനെയില്ല. വി ആർ പാർട്ട് ഓഫ് ദ ഹോൾ കോസ്മോസ് എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അരോഗൻസ് വരേണ്ട കാര്യമില്ല. ഈ വെസ്റ്റേൺ അരോഗൻസും നമ്മളുടെ ചിന്തയും കൂടെ കൂടിക്കൊഴിഞ്ഞ ഒരവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യക്കാരുടെ അവസ്ഥ. ബിക്കോസ് വി ഹാവ് ഇൻഹെറിറ്റഡ് മച്ച് ഫ്രം ദ വെസ്റ്റ് ബട്ട് വി ഹാവ് ഓൾസോ ഫർഗോട്ടൺ മച്ച് ഓഫ് ദ ഈസ്റ്റ്. അതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ ഈ അദ്വൈതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇറ്റ് ആക്ച്വലി പുട്സ് us ഇൻ ദ റൈറ്റ് പ്ലേസ്. ഈ അനന്തമായിട്ടുള്ള കോസ്മോസിൽ യു ആർ എ സ്മോൾ സ്പെക്ക്, വെരി സ്മോൾ സ്പെക്ക്. പക്ഷേ സ്പെക്ക് ആണെങ്കിൽ നിനക്ക് നല്ല ബുദ്ധിയൊക്കെ, ജീവിക്കാനുള്ള ബുദ്ധി, അറിവ്, വിവേകം, അഴകൊക്കെ തന്നിട്ടുണ്ട്. അടിച്ചു പൊളിച്ച് 80 വർഷം ജീവിക്കുക, സുഖമായിട്ട് പോവുക. നിന്നെപ്പറ്റിയുള്ള ചിന്ത അധികം വേണ്ട. ബിക്കോസ് യു ആർ നോബഡി. നീ ഇതുമായിട്ട് നോക്കുമ്പോൾ എന്താണ്? ഒന്നുമല്ല. റൂമി പറയുന്നില്ലേ, റൂമിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു വരിയുണ്ട്. ഐ എം അഗൈൻ എ ഗ്രേറ്റ് ഫാൻ ഓഫ് റൂമി. ഐ ട്രാൻസ്ലേറ്റഡ് റൂമി. റൂമി പറയുന്നത് നിങ്ങൾ കടലിലെ ഒരു തുള്ളി വെള്ളമല്ല. നീ കടലിലെ ഒരു തുള്ളി വെള്ളമല്ല.
ഒരു തുള്ളി വെള്ളത്തിലെ കടലാണ് നീ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. വിച്ച് മീൻസ് ദ ഇൻഫിനിറ്റ് റിസൈഡ്സ് ഇൻ യു. നീ കടലിലെ ഒരു തുള്ളി വെള്ളമല്ല, ഒരു തുള്ളി വെള്ളത്തിലെ കടലാണ് നീ എന്ന് പറയുന്നിടത്ത് ആത്മീയതയാണ്. ഇറ്റ് ഈസ് ആക്ച്വലി അദ്വൈത പുട്ട് ഇൻ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. We are infinite. We have infinite powers within us. We are part of the infinite. We are part of the macrocosm. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ, ഇത്ര ഇൻഫിനിറ്റ് പവറോടുകൂടി ഇവിടെ ജീവിക്കുന്ന നമ്മൾ, ഈ അപാരമായിട്ടുള്ള ഈ ശക്തിയോട് വിധേയപ്പെട്ട് ജീവിക്കേണ്ട നമ്മൾ അതിനെയൊക്കെ മറന്നിട്ട് നമ്മളെന്തൊരു ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഈഗോയെ അങ്ങോട്ട് വളർത്തി 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 മഹിഷാസുരനെ പോലെ വളർത്തി എല്ലാ നന്മകളെയും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മഹിഷാസുരന്മാരായി ജീവിക്കുകയാണ്. ഓൾദോ ഔട്ട്വേർഡ്ലി വി കൺഫേം ദി സോഷ്യൽ നോംസ് ആൻഡ് സോഷ്യൽ മോൾസ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അകത്ത് ഈ മഹിഷാസുരൻ കിടന്ന് ഓരോ സന്ദർഭത്തിലും ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഹാർട്ട്ഫുൾനെസ്സിനായാലും ശരി, മറ്റേതൊരു ആത്മീയ പാതയ്ക്കും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് മനുഷ്യന് തടസ്സമായി നിൽക്കുന്നത് അവൻ്റെ ഓവർഗ്രോൺ ഈഗോ തന്നെയാണ്. ആ ഈഗോ തന്നെയാണ് മനുഷ്യന് കമ്പാഷൻ എന്ന് പറയുന്ന, കമ്പാഷനിലൂടെ നമുക്ക് ഈ ഈഗോയെ മെരുക്കാം. അഥവാ ഈഗോയെ കുറച്ച് മെരുക്കിയാലേ കമ്പാഷൻ വരൂ. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കേട്ടോ. കമ്പാഷൻ കൂടുതൽ വരുംതോറും ഈഗോ പിന്നെയും പിന്നെയും മെരുക്കും. ആദ്യം ഒന്ന് ചെറുതായിട്ട് മെരുക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഈ കമ്പാഷൻ എന്ന് പറയുന്ന വിർച്യു നമുക്ക് സ്വീകാര്യമായിട്ട് തോന്നുകയുള്ളൂ. നമ്മളെല്ലാം നമ്മുടെ മക്കളെ, നമ്മുടെ കൊച്ചുമോള് എന്ന് വെച്ചാൽ നമ്മുടെ മകളുടെ മകളോ മകൻ്റെ മകളോ കൊച്ചിനെ എടുത്ത് നമ്മൾ താലോലിക്കും. നമ്മുടെ ജോലി സ്ഥലത്ത് ഏറ്റവും കഠിന ഹൃദയമായിട്ടുള്ള എന്തോ പ്രവൃത്തി ചെയ്ത് വന്ന ദിവസമാണെങ്കിലും കൊച്ചവിടെ കിടന്ന് കരയി പോയി ചിരിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ കോരിയെടുത്ത് അപ്പൂപ്പനോ അമ്മമ്മയോ ആയിട്ട് അതിനെ താലോലിച്ച് അതിന് ഒരു കോട്ടവും തട്ടാതെ താലോലിക്കാനുള്ള ഹൃദയം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഏറ്റവും കശ്മലനായിട്ടുള്ള ഒരുത്തൻ പോലും അവൻ്റെ കുഞ്ഞിനോട് വലിയ വാത്സല്യമുണ്ട്. ദാറ്റ് മീൻസ് ഹി ഈസ് കേപ്പബിൾ ഓഫ് ദാറ്റ് ഗ്രേറ്റ് ലവ്. പക്ഷേ ക്വാളിഫൈഡ് ആണ്. എനിക്കും എൻ്റെ മോക്കും എൻ്റെ മോളുടെ മോൾക്കും മാത്രമേ അത് ബാധകമുള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ പെരുമാറുമ്പോൾ ഞാനൊരു ഭയങ്കര കിടിലൻ സാധനമാണ്, അവർ യാതൊരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യുന്നതല്ല എന്ന് പറയുന്ന ഒരു ഡൈക്കോട്ടമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓൺ ദ വൺ ഹാൻഡ് വി ആർ കേപ്പബിൾ ഓഫ് great compassion and love. On the other hand, we show extreme indifference, അശ്രദ്ധ മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കുകയും ചെയ്യുന്ന ഈ ഡൈക്കോട്ടമിയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തവും ഏറ്റവും വലിയ പിരിമുറുക്കവും ഏറ്റവും വലിയ സ്ട്രെസ്സും ആ സ്ട്രെസ് കൊണ്ടാവുന്ന മറ്റു ദുഃഖങ്ങളും എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഈ ഡൈക്കോട്ടമി ഒഴിവാക്കണം. ഈ വാൽമീകി ആവുന്നതിന് മുമ്പ് ഒരു ഹൈവേ ഒരു ഫോറസ്റ്റ് തീഫായിരുന്നു എന്നാണല്ലോ നമ്മുടെ കഥ. അദ്ദേഹം ഇങ്ങനെ കാട്ടിലൊക്കെ നടഞ്ഞ് ആരെങ്കിലുമൊക്കെ പിടിച്ചു പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി മക്കളെയൊക്കെ പോറ്റുകുന്ന ഒരു കാട്ടുകള്ളനായിരുന്നു. അപ്പോൾ സപ്തർഷികളെ തടഞ്ഞു നിർത്തി അവരെ ലൂട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, നീ നിൻ്റെ വീട്ടിൽ പോയിട്ടൊന്ന് ചോദിക്കണം, നീ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങൾക്കൊക്കെ നീ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എൻ്റെ മക്കളെയും ഭാര്യയൊക്കെ പോറ്റാനാണ്. അതാണ് എൻ്റെ ന്യായീകരണം. എല്ലാത്തിനും നമുക്ക് ന്യായീകരണം ഉണ്ടല്ലോ. കൊള്ളയടിക്കുന്നതിനും കൈക്കൂലി വാങ്ങിക്കുന്നതിനും എല്ലാത്തിനും നമുക്ക് ന്യായീകരണമുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞാൽ വലിയ കഥയാണ്, ന്യായീകരണമുണ്ട്. അപ്പോൾ വാൽമീകിയുടെ ന്യായീകരണം എന്താണ്? ഈ കൈക്കൂലി വാങ്ങിക്കുന്നതിൻ്റെ ന്യായീകരണമല്ല, നമുക്ക് ജീവിക്കണ്ടേ, DA ഒന്നും കിട്ടിയിട്ടില്ല, നമുക്ക് ജീവിക്കണ്ടേ, വില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വല്ലതൊക്കെ എന്ന് പറയുന്ന കൈക്കൂലിക്കാരൻ്റെ അതേ മനോഭാവം തന്നെയാണ് വാൽമീകി. പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഈ കൊള്ളയടിക്കുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ കൊടുക്കും, എൻ്റെ മക്കളെ പോറ്റണം. അപ്പോൾ ഈ സപ്തർഷികൾ ചോദിച്ചു, അത് നല്ലത്, ഭാര്യയെപ്പറ്റിയും മക്കളെ പറ്റിയുള്ള ചിന്ത വളരെ നല്ലത്. പക്ഷെ നിനക്കുണ്ടാകുന്ന ഈ പാപം ഉണ്ടല്ലോ, പാപകർമ്മത്തിൻ്റെ ഫലം, ആ ഫലം വന്നാൽ അതും കൂടി അവരനുഭവിക്കുമോ? നീ പോയി ചോദിച്ചിട്ട് വരൂ, ഞങ്ങളിവിടെ നിൽക്കാം എന്ന് പറഞ്ഞ ഒരു കഥയാണ് കേട്ടോ. പോയി ചോദിക്കുന്നു, അവർ പറയുന്നു, അല്ലല്ല, ഞങ്ങൾ ചെയ്ത കർമ്മത്തിനല്ലേ ഞങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളൂ, താൻ ചെയ്ത കർമ്മത്തിന് നിങ്ങൾ അനുഭവിക്കണം എന്ന് അവർ പറഞ്ഞതോടുകൂടിയാണ് ഈ ഡൈക്കോട്ടമി ബോധ്യപ്പെടുകയും എൻ്റെ പാപകർമ്മങ്ങൾ എനിക്ക് മാത്രം, അവരുടെ കർമ്മങ്ങൾ അവർക്ക് മാത്രം എന്ന് പറഞ്ഞ് വാൽമീകി പിന്നീട് പശ്ചാത്താപ വിവശനായി ദീർഘമായ തപസ്സനുഷ്ഠിച്ച് വൽമീകം കൊണ്ട് പൊതിഞ്ഞ് പുറ്റുകൊണ്ട് പൊതിഞ്ഞ് അതിനകത്തുനിന്ന് പുതിയ കവിയായി പുറത്തു വരികയും വന്ന ഉടൻ തന്നെ ഈ സ്വാർത്ഥതയിൽ അഭിരമിച്ചിരുന്ന കവി ആദ്യമായിട്ട് കവിയായി തീർന്നത് എങ്ങനെയാണ്? ഒരു കിളിയുടെ മേലെ ഒരു കാട്ടാളനൊരു അമ്പെയ്ത് ആ കിളി മുറിവേറ്റ് താഴെ വീണ് പിടയുന്ന ആ ഒരു സന്ദർഭത്തിൽ ഈ പുറ്റിൽ നിന്നൊക്കെ പുറത്തു വന്ന് മനസ്സ് പരിഭാഗം ചെയ്ത കവി ഈ കിളിയെ എടുത്തിട്ട് കാട്ടാളനോട് പറഞ്ഞു, മാ നിഷാദ,
നീ ഇതിനെ അങ്ങനെ ശോകത്തിൽ നിന്ന്, ആദ്യത്തെ ശ്ലോകം അതാണല്ലോ, മാനിഷാദ പ്രതിഷ്ഠാന്തു മകവ ശാശ്വതി സമഹ ക്രൗഞ്ച മിഥുനാദേക ഭവതി കാമമോഹിതം എന്ന് പറയുന്ന ആദ്യത്തെ ശ്ലോകം ആഗതമായത് എങ്ങനെയാണ്? ശോകത്തിൽ നിന്ന്, ഈ കിളിയുടെ ശോകത്തിൽ നിന്ന്. ആ കിളി എന്തുമാത്രം ഒരു കാരണവുമില്ലാതെ നോവ് അനുഭവിക്കുന്നു എന്നുള്ള ആ നോവ് ഉൾക്കൊള്ളാനുള്ള കഴിവോടുകൂടി യോഗിയായി, സന്യാസിയായി, യോഗിയായി തിരിച്ചു വന്ന വാൽമീകിയുടെ ആദ്യ കാഴ്ച തന്നെ ഒരു കിളിക്ക് പോലും എങ്ങനെ ഇവിടെ ആളുകളെ കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും അപഹരിക്കുകയും ചെയ്ത് തൻ്റെ വീട്ടിൽ പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാട്ടാളൻ രത്നാകരൻ വാൽമീകിയായപ്പോൾ ഒരു കിളിക്ക്, ഒരു കണയേറ്റ് താഴെ വീഴുന്ന കിളിയുടെ ദുഃഖത്തിൽ നിന്ന്, ആ ശോകത്തിൽ നിന്ന് പ്രഥമ ശ്ലോകം ഉണ്ടായി വന്ന ഒരു സംഭവത്തെ പറ്റി നമുക്കറിയാം. ഇവിടെ കലയുടെ ഒരു വലിയ ധർമ്മമാണ് ഇവിടെ കാണുന്നത്. എംപതൈസ് ചെയ്യാനുള്ള ഒരു കഴിവ്. നമ്മൾ എമ്പതിയിലേക്ക് വരികയാണ്. ഹി സെഡ് അബൌട്ട് എമ്പതി. എന്തുകൊണ്ട് വാൽമീകി അത് സാധിച്ചു? അതുവരെ എന്തുകൊണ്ട് സാധിച്ചിരുന്നില്ല? ഇയാൾ കാട്ടാളനായി നടക്കുന്ന കാലത്തും എത്രയോ കാട്ടാളന്മാര് കിളികളെ എഴുതു കൊന്നിട്ടുണ്ട്, മാനിനെ കൊന്നിട്ടുണ്ട്. ഈ വാൽമീകി തന്നെ പലരെയും കൊന്നിട്ടുണ്ട്. രത്നാകരനായി നടക്കുമ്പോൾ ആളുകളെ കൊന്നിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ശ്ലോകം എവിടെ നിന്ന് വന്നു? കാരണം ആദ്യമായി അദ്ദേഹത്തിന് ഈ താഴെ അമ്പേറ്റ് കിടക്കുന്ന ഒരു പക്ഷിയുടെ വേദന, പിടച്ചിൽ, അതിന്റെ ഇണപ്പക്ഷിയുടെ വിരഹം കാണാൻ അദ്ദേഹത്തിന്റെ ഹൃദയം സജ്ജമായി. അങ്ങനെയാണ് വാൽമീകി എന്ന് പറയുന്ന മഹാകവി, ഇതിഹാസ കവി പിറവി കൊള്ളുന്നത്. ബിക്കോസ് ആ കഥയുടെ തത്വം എന്താണ്? പോയട്രി അറൈസസ്, ഓർ എല്ലാ കലയും ആവിർഭവിക്കുന്നത് അന്യന്റെ ദുഃഖം അറിയാൻ സാധിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് കാളിദാസൻ കവിയെ രുദിതാനുസാരി കവി എന്ന് രഘുവംശത്തിൽ പറയുന്നത്. രുദിതം എന്ന് പറഞ്ഞാൽ രോദനം, കരച്ചിൽ. ആ കരച്ചിലിനെ അനുസരിക്കുന്നവൻ, അതിന്റെ പിന്നാലെ പോകുന്നവൻ. ആരാണോ കരച്ചിലിന്റെ പിന്നാലെ പോയി അതിന്റെ കാരണം അന്വേഷിച്ച് അതുമായി താതാത്മ്യം പ്രാപിച്ച് ആ ശോകം തന്റെ ശോകമാക്കി മാറ്റുന്നവനാണ് കവി, രുദിതാനുസാരി കവി. വാൽമീകിയെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മളിലെല്ലാം ഈ രുദിതാനുസാരികളുണ്ട്. പക്ഷേ ആ രോദന എൻ്റെ മോളുടെ രോദനമാണെങ്കിൽ മാത്രമേ നമ്മൾ ആ വഴിക്ക് പോകുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് റോഡിൽ കിടന്ന് ആരെങ്കിലും കരഞ്ഞാലും നമുക്ക് കാര്യമില്ല. അത് ആരോ അശ്രദ്ധയാണ്, നമുക്ക് ശ്രദ്ധയില്ലല്ലോ. അതാണ്. അപ്പോൾ ഈ കമ്പാഷനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് കമ്പാഷൻ ഇല്ലാത്ത തരത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കഴിഞ്ഞു പോയാലും ഇതിനു മുമ്പും നമ്മളെല്ലാവരും കമ്പാഷൻ ഇല്ലാതെ ജീവിക്കും. എന്തുകൊണ്ട്? ആലോചിക്കണം. കാരണം നമ്മളിവിടെ 2 മണിക്കൂർ ചിലവഴിക്കുന്നത് വേസ്റ്റ് ആവാൻ പാടില്ല. എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ആത്മപരിശോധന ചെയ്യാൻ കൂടി സാധിച്ചെങ്കിലേ ഒരു പ്രഭാഷണം കൊണ്ട് പ്രയോജനമുള്ളൂ. വൈ ആർ വി ഇൻകേപ്പബിൾ ഓഫ് എക്സസൈസിങ് അവർ കമ്പാഷൻ ഓഫ് വിച്ച് വി ആർ കേപ്പബിൾ? നമുക്ക് സാധിക്കുന്ന കമ്പാഷൻ എന്ന് പറയുന്ന ഒരു ആത്മാവിഷ്കാരം നമുക്ക് തടസ്സമാവുന്നത് എന്തുകൊണ്ട്? അപ്പോൾ പറയും ഞങ്ങൾ വാൽമീകിയല്ല, കവിയല്ല, ഞങ്ങൾ തപസ്സിരുന്നില്ല എന്നൊക്കെ പറഞ്ഞതല്ല. സ്വന്തം കൊച്ചിന് കൈമുറിഞ്ഞാൽ തന്നെ നമുക്ക് വെപ്രാളപ്പെടുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ തന്നെ അന്യഥ കമ്പാഷൻ കാണിക്കാത്ത കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ വി ഡു നോട്ട് എംപതൈസ്. എംപതി എന്നുള്ള വാക്കാണ് ഇവിടെ ഏറ്റവും പ്രധാനം. വി ഡു നോട്ട് എംപതൈസ്. എംപതൈസിന്റെ മലയാളം എന്താണ്? തന്മയീഭവിക്കുക. എംപതൈസ്. നമ്മൾ സിമ്പതൈസ് ചെയ്യുക. അയ്യോ കഷ്ടം, സിമ്പതിയായി. സിമ്പതി ആർക്ക് വേണം ഇവിടെ? കാരണം ഈ 10 പൈസയുടെ നഷ്ടമുള്ള കാര്യമല്ല സിമ്പതി. അയ്യോ പാവം, കഷ്ടം. എന്തെങ്കിലും കാര്യമുണ്ടോ? ആരെങ്കിലും റോഡിൽ വണ്ടി ഇടിച്ചിടാം, അയ്യോ കഷ്ടമായി പോയല്ലോ. സിമ്പതി, സ്യൂഡോ സിമ്പതി. നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. എന്നാൽ കമ്പാഷൻ, എംപതി എന്ന് പറഞ്ഞാൽ അതല്ല. ഇറ്റ് ഇസ് എ വെർബ്. എംപതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്മയീഭവിക്കണം. ഇവിടെ വാൽമീകിയുടെ കാര്യം പറഞ്ഞു. വാൽമീകി ആ പക്ഷിയുടെ ദുഃഖവുമായി തന്മയീഭവിക്കുകയാണ്. അവിടെ ലൈറ്റർ വെയിൻ അദ്ദേഹം കൃഷ്ണദാസ് എൻ്റെ പാട്ടെഴുത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇവിടെ പാട്ടെഴുത്തിനെ പറ്റി പറയേണ്ട സന്ദർഭമല്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതുമാണ് കേട്ടോ. എന്നോട് ചിലരൊക്കെ ചോദിക്കും, ശരിക്കും പറഞ്ഞാലത് നമുക്കിട്ട് വയ്ക്കുന്ന ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാറ് പ്രണയഗാനങ്ങളൊക്കെ എഴുതുന്നത്? എൻ്റെ മറുചോദ്യം എന്താണ്? ഈ കിളവനായിട്ട് താൻ എങ്ങനെയാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതെന്നാണ് ചോദ്യം. അത് നമുക്ക് മനസ്സിലാവും, പക്ഷെ മനസ്സിലാവാത്ത മട്ടിലിരിക്കണം. എങ്ങനെയാണെന്നൊരു ചോദ്യമാണ് അല്ലേ? നമുക്കെപ്പോഴും പ്രേമിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. സർക്കാർ ഉദ്യോഗമാണ്, പ്രേമിച്ചുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഹൗ ഡു യു റൈറ്റ് എ ലവ് സോങ്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രേമഗാനങ്ങൾ എഴുതാൻ വളരെ ഇഷ്ടമാണ്. കാരണം പ്രായോഗിക ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. ഒരുപാട് കോൺസിക്വൻസസ് ആണ്. എന്നാൽ സ്വപ്ന ലോകത്താവാം. അപ്പോൾ നമ്മളോടൊരു പ്രണയഗാനം എഴുതാൻ പറഞ്ഞാൽ വളരെ എളുപ്പമല്ലേ? ആ കഥാനായകൻ്റെ പ്രേമഭാജനവും അയാളുടെ സന്ദർഭവുമായിട്ട് നമ്മളങ്ങ് തന്മയീഭവിക്കും. മനസ്സിലായി? അയാളുടെ ഇഷ്ടകാമുകിയെ തൻ്റെ ആ ഗ്രാമത്തിൽ
വച്ച് എന്താണ് നല്ലൊരു കാര്യമൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് സൈക്കിളിലൊക്കെ ഇരുത്തി പോകുന്ന രംഗമാണെന്ന് ഡയറക്ടർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് പോകും. എൻ്റെ വർഷങ്ങളിങ്ങനെ റീവൈൻഡ് ചെയ്ത് ഞാൻ നല്ല ഒരു ചെറുപ്പക്കാരനായി രൂപാന്തരപ്പെടും. എനിക്കന്നില്ലാതിരുന്ന ഒരു കാമുകയെ ഞാൻ സങ്കല്പിക്കും. നടക്കൂല. എൻ്റെ അമ്മ വലിയ ആ പ്രദേശത്തെ ഒരു വലിയ കിടിലമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വലിയ ചാര സംഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഏത് വഴി പോയാലും അമ്മ അറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പൊല്ലാപ്പിനൊന്നും പോകാത്തതാണ് നല്ലത്. ഇനി ഓരോന്ന് അവിടെ പോയി പറഞ്ഞ് അമ്മ ചോദിച്ച് കള്ളം പറയാൻ വേണ്ട, വിട്ടേക്ക്. അപ്പോൾ ഞാൻ ഈ ഗ്രാമീണ പ്രണയത്തിലൊന്നും ഇടപെട്ടില്ല. പക്ഷേ എന്നാലും മനസ്സുകൊണ്ടാണെങ്കിലോ മഹാമോശക്കാരനുമാണ്. അപ്പം ഞാനിങ്ങനെ സങ്കല്പിക്കും, എനിക്കിങ്ങനെ എൻ്റെ വീട്ടിലെ നല്ല കുട്ടി ഉണ്ടായിരുന്നു, അവൾ എന്നോട് പ്രേമിച്ചിരുന്നത് ഞാൻ എന്തൊക്കെ കാണിക്കും, അതൊക്കെ ഞാൻ എൻ്റെ കാമുകനെ കൊണ്ട്, എൻ്റെ കഥാനായകനെ കൊണ്ട് ഞാൻ ചെയ്യിക്കും, പറയിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഐ എംപത്തൈസ് വിത്ത് ദാറ്റ് ബോയ് ഓർ എ യങ് ഫെലോ ഹു ഈസ് ഇൻ ലവ് വിത്ത് ഹിസ് ബിലവഡ്. വളരെ നല്ലതല്ലേ? നമുക്ക് 10 പൈസയുടെ ചിലവില്ല, നാട്ടുകാരറിയില്ല, അമ്മ അറിയില്ല. ഇപ്പോഴത്താണെങ്കിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒന്നും വരില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഈ എംപത്തൈസ്. ഇത് പ്രണയത്തെപ്പറ്റി, ദുഃഖത്തെപ്പറ്റിയാണെങ്കിൽ അങ്ങനെ തന്നെ ആ കഥാപാത്രത്തിൻ്റെ ദുഃഖവുമായിട്ട് നമ്മൾ എംപത്തൈസ് ചെയ്യും. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ആ കലാസന്ദർഭത്തിൽ എംപത്തൈസ് ചെയ്യാൻ അവർക്ക് ഒരു നാച്ചുറൽ ഗിഫ്റ്റ് നമ്മൾ വികസിപ്പിച്ചെടുക്കും. അതുകൊണ്ടാണ് അത് അവർക്ക് സാധ്യമായി തീരുന്നത്. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ നിർഭാഗ്യവശാൽ ഇത് ചെയ്യുന്നില്ല, എംപത്തൈസ് ചെയ്യുന്നില്ല. എംപതി ഈസ് ആക്ച്വലി ദി വെർബ്. ഈ കമ്പാഷൻ എന്ന് പറയുന്ന മാനസിക അവസ്ഥ സജ്ജമാക്കുന്നതിൻ്റെ പിന്നിലെ പ്രക്രിയയാണ് എംപതി. എംപതി ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഫ്ലവർ ഓഫ് കമ്പാഷൻ ബ്ലൂംസ്. എംപതി എന്ന് പറയുന്ന പ്രക്രിയ ഇല്ലാതെ നിങ്ങൾക്കൊരു കമ്പാഷനറ്റ് ഹ്യൂമൻ ബീയിങ് ആവാനേ സാധ്യമല്ല. ദെർഫോർ നിങ്ങൾ കമ്പാഷൻ എന്ന് പറയുന്ന വെർച്യൂവിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെങ്കിൽ your training should be, all your heartfulness training should be to empathize, not only with you but even with others. അപ്പോൾ നമ്മൾ ചോദിക്കും, ലോകത്ത് എന്തെല്ലാം ദുഃഖങ്ങളുണ്ട്. ഇപ്പോൾ പാലസ്തീനിൽ ദുഃഖം നടക്കുകയാണ്, ഉക്രൈനിൽ ദുഃഖം നടക്കുകയാണ്, പലയിടത്തും ദുഃഖങ്ങളുണ്ട്. ഈ ദുഃഖങ്ങളിലൊക്കെ എംപതൈസ് ചെയ്തപ്പോൾ നമുക്ക് ജീവിതം ബാക്കിയുണ്ടോ? നമ്മുടെ ജീവിതം കട്ടപ്പുകയായി പോകില്ലേ എന്ന് ആരും ചോദിച്ച പോലെ. എംപതൈസ് ചെയ്യുക എന്ന് പറയുന്നത് ദുഃഖിച്ചിരിക്കണം എന്നുള്ളതല്ല. യു ഷുഡ് ബി ഏബിൾ ടു ഫീൽ ദെയർ പെയിൻ. എന്നിട്ട് അതിന് നമുക്ക് പ്രോആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഫീലിങ്ങോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ യുവർ ആക്ഷൻ ഈസ് ഫുൾ ഓഫ് കമ്പാഷൻ ബിക്കോസ് യു ഹാവ് ഓൾറെഡി എംപതൈസ്ഡ് വിത്ത് ദ കോസ്. അതല്ലാതെ പിന്നെ പാലസ്തീനിലേക്ക് പണം പിരിവാ, 50 രൂപ എൻ്റെ എഴുതിക്കോ എന്ന് പറയുന്ന ലാഘവ ബുദ്ധിയല്ല. യു എംപതൈസ് വിത്ത് ദ കോസ്. അത് നമ്മളൊരു പരിശീലനത്തിൻ്റെ ഭാഗമാണ്. ലോകത്ത് എവിടെ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖം എൻ്റെ ഹൃദയത്തിൽ ഒരു മുറിപ്പാടുണ്ടാക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ the quality of our responses, the quality of our life, the quality of our thoughts, ഇതെല്ലാം സ്വാഭാവികമായി തന്നെ അതിന് മാനസാന്തരമുണ്ട്, പരിവർത്തനമുണ്ടാകും. നിർഭാഗ്യവശാൽ എമ്പതി എന്ന് പറയുന്നത് നിറവേറ്റാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ നമ്മളുടെ സ്വാർത്ഥ ചിന്ത നമ്മളെ അനുവദിക്കുന്നില്ല. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. പവർ ഓഫ് നൗ എന്നൊരു ബുക്കുണ്ടല്ലോ, എക്കാർട്ട് ടോളി എന്ന് പറയുന്ന ആളുടെ ബുക്കാണ്. അയാൾ തന്നെ ദ ന്യൂ എർത്ത് എന്ന് പറഞ്ഞ് വേറൊരു ബുക്ക് എഴുതി. ആ ന്യൂ എർത്തിനകത്ത് ഈഗോയെ പറ്റി മാത്രമാണ് ആ പുസ്തകം. ഇറ്റ്സ് അറൌണ്ട് 350 pages. എങ്ങനെയാണ് നമ്മളിലെ ഈഗോ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന കൊള്ളരുതായ്മ മകൻ, അഥവാ നമ്മളിലേക്ക് നന്മയെ ഉണർത്താതിരിക്കാൻ വേണ്ടി ഈ ഈഗോ കാണിക്കുന്ന കുഴപ്പങ്ങൾ. നമ്മൾ റോഡ് റേജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് പോയി, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ പിന്നാലെ പോയി, ഒരു കാര്യമില്ല. അവൻ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്തിട്ട് നമുക്കെന്താണ്? യുവർ ഈഗോ ടെൽസ് യു ദാറ്റ് അവനെ പന്ന വണ്ടിയാണ്, ആ വണ്ടി നിങ്ങൾ ഓവർടേക്ക് ചെയ്തത്, നിങ്ങളുടെ പുത്തൻ കാറാണ് കേട്ടോ, ആ തല്ലിപ്പൊളി കാറ് കൊണ്ട് അവൻ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്, വിട് 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 ചവിട്ടി വിട് എന്ന് നമ്മളോട് പറയുന്ന ഒരു ശുംഭ ഈഗോ നമ്മളിലുണ്ട് ഇല്ലേ? ഒരുത്തൻ നമ്മളോട് എന്തോ പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അവനിട്ട് 2 കൊടുത്തേ നമ്മൾ അടങ്ങും. കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 4 വർത്തമാനമെങ്കിലും പറയും. അപ്പം അവൻ നമുക്കിട്ട് 2 തരും. അങ്ങനെ തിരിച്ച് അടിപിടിയായി പ്രശ്നമായില്ലേ? ഈ ലോകത്ത് നടക്കുന്ന സകല കൊള്ളരുതാത്ത കാര്യങ്ങളുടെ പിന്നിലും, അത് യുദ്ധമായാലും കൊള്ളാം, ഗുണ്ടായുസമായാലും കൊള്ളാം, രാഷ്ട്രീയ കൊലപാതകമായാലും കൊള്ളാം, എല്ലാം അല്ലാത്ത കൊലപാതകങ്ങളായാലും കൊള്ളാം, സ്ത്രീ പീഡനമായാലും കൊള്ളാം, ഒക്കെ ഇതിൻ്റെ എല്ലാം പിന്നിൽ എ മിസ്പ്ലേസ്ഡ് ഇമ്പോർട്ടൻസ് ടു ദ ഈഗോ. ആ ഈഗോയെ വളർത്താനായിട്ട് കാമക്രോധ മോഹലോഭ മത മത്സരങ്ങൾ എന്ന് പറയുന്ന വളമിട്ട് കൊടുത്ത്
ഈ ജൈവവളവും രാസവളവും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് വളർത്തുകയാണ് ഈഗോയെ. ഈഗോയ്ക്ക് വളരാൻ ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് ഈ 6 വികാരങ്ങൾ. കാമക്രോധം, കാമം, ഡിസയറാണ്. ലസ്റ്റ് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആക്രാന്തം എന്നൊക്കെ നമ്മൾ പറയില്ലേ സാധാരണ ഭാഷ, അതും വേണം ഇതും വേണം എല്ലാം വേണം. ഡിസയറാണ്. ആർക്ക് വേണം? എനിക്ക് വേണം. അതാണ് കാമം. കിട്ടിയില്ലെങ്കിലോ ക്രോധം. എനിക്ക് കിട്ടേണ്ട ഒന്ന് വേറൊരുത്തിന് അടിച്ചുകൊണ്ട് പോയി, ക്രോധമായി. അപ്പോൾ കാമം നിഷേധിക്കപ്പെടുമ്പോൾ അത് ക്രോധമാവും. ഇല്ലേ? ക്രോധം. ആ ക്രോധം വന്നാലോ ഭഗവത്ഗീത പറയുന്ന പോലെ ക്രോധത്തോടു കൂടി അവൻ്റെ ബോധം പോകും എന്ന് പറയുന്നുണ്ടല്ലോ. അവന് മോഹം വന്ന് മോഹാവേശത്തിലെല്ലാം പോകും. ക്രോധം, ദേഷ്യം വന്നിട്ട് അവൻ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. അവൻ അസുരനായി മാറുകയാണ്. എന്താ കാരണം? ഹിസ് ഈഗോ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അതുകൊണ്ടാണ് കോപം. എന്നെ കണ്ടപ്പോൾ അവൻ എണീറ്റില്ല, അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. കോപമാണ്. മനസ്സിലായില്ലേ? എന്തെല്ലാം തരത്തിൽ കാമക്രോധം, മോഹം. മോഹിച്ചു പോകുന്നതിനെ പറ്റി അറിയാമല്ലോ. എന്താ മോഹം? ഇപ്പോൾ നമ്മുടെ മദ്രാസിലൊക്കെ ശരവണ ഭവ എന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, വളരെ പ്രസിദ്ധമായ റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ മുതലാളി ഇടയ്ക്ക് ജയിലിൽ കിടന്ന് മരിച്ചുപോയി. എന്താ കാരണം? അവിടെ ജോലിക്ക് വന്ന ഒരു ചെറുപ്പക്കാരിയെ കണ്ടിട്ട് അവനൊക്കെ മോഹമുണ്ടായി. അവൾ വിവാഹിതയാണ്. അവൾ പറഞ്ഞു, നടക്കുന്ന കാര്യമില്ല, എനിക്ക് ഭർത്താവുണ്ടെന്ന് പറയും. നിനക്ക് ഭർത്താവുണ്ടല്ലേ. എൻ്റെ മോഹം കൂടിയിട്ട് എന്ത് ചെയ്തു? ആ ഭർത്താവിനെ അങ്ങ് കൊന്നു. അപ്പോൾ ഈ ഈഗോ മനുഷ്യനുണ്ടാക്കുന്ന ഒരു അന്ധവിശ്വാസമാണ്, ഒരു മറയാണ്. നീ അവനെ തട്ടിക്കള, ഇവൾ നിൻ്റെതായിത്തീരും. നിന്റെ കാമത്തിന് ഇവൾ വിധേയാവും. നിന്റെ മോഹം സഫലമാകും. എങ്ങനെ? അവനെ തട്ടിക്കളഞ്ഞാൽ മതി എന്ന് വിചാരിച്ച ശുംഭത്തരത്തിന് അയാൾ വിധേയനായി അറസ്റ്റ് ചെയ്ത്. ശരവണ ഭവ ഇറ്റ്സ് എ വേൾഡ് വൈഡ് റെസ്റ്റോറൻറ്റ് ചെയിനാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെയിനായിട്ട് രൂപാന്തരപ്പെട്ട അവസാനം ജയിലിൽ കിടന്ന് മരിച്ചു. എന്താ കാരണം? ഹിസ് ഈഗോ ടോൾഡ് ഹിം വൺ ഡേ ദാറ്റ് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ യുവർ മോഹം യു കിൽ ദിസ് ഫെലോ. വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഈഗോ നമ്മളോട് ഇത്തരത്തിലുള്ള വളരെ വിലപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. ഇത് കുറച്ച് കടന്ന ഉപദേശമായി പോയി, അതുകൊണ്ട് ജയിലിലായി. നമ്മൾക്ക് ഇത്ര കടന്ന ഉപദേശമല്ലാത്ത ഉപദേശങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ്. നീ അവനിട്ടൊരു പാരവയ്ക്ക്, മനസ്സിലായില്ലേ? അവൻ്റെ CR മോശമാക്കിക്കള. ഔദ്യോഗിക കാര്യമാണ് ഞാൻ പറയുന്നത്. അവൻ്റെ കടം വാങ്ങിച്ച പൈസ നീ കൊടുക്കണ്ട, അവൻ കൊണ്ട് കോടതി കൊടുക്കട്ടെ, നമുക്ക് പിന്നെ കാണാം. അല്ലെ അവൻ നിന്നോട് അങ്ങനെ പറയാം, നമുക്കൊരു ഗുണ്ട ഏർപ്പാടൊക്കെ അവന് തട്ടിക്കളയാം. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി അകർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് ഈ ലോകത്തിലുള്ള നേതാക്കന്മാർ യുദ്ധം ചെയ്യുന്നത്, കൊള്ളരുതായ്മകൾ ചെയ്യുന്നത്. നന്മ ചെയ്യുന്നത് വളരെ കുറവാണ്. അടുത്ത് ഈഗോയ്ക്ക് വേണ്ടിയല്ല. ആ ഈഗോ ഇങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്ത് എനിക്കൊരു പേരുണ്ടാകും എന്നുള്ളത് കൊണ്ടുള്ള ഈഗോയാണ്. അത് സാരമില്ല, പോകട്ടെ. പക്ഷേ ചെയ്തു കൂട്ടുന്ന അപകർമ്മങ്ങൾ മുഴുവൻ ഈഗോയാൽ പ്രേരിതമാണ്. ആ ഈഗോയെ സസ്റ്റെയിൻ ചെയ്തത് എന്താണ്? ഈ എമ്പതി എന്ന് പറയുന്ന ഗുണം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഈ കാമക്രോധ മോഹലോഭ മത മാത്സര്യങ്ങൾ നമ്മളുടെ ഈഗോയ്ക്ക് വളരാൻ അനുവദിക്കുന്നതും. ആ ഈഗോയുടെ ഉപദേശത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ സകല മനുഷ്യബന്ധങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ തന്നെയും അങ്ങേയറ്റം ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എമ്പതൈസ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ ഈഗോ നമ്മളെ അന്ധരും ബധിരരുമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ തന്നെ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പിന് സ്കോപ്പുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ അത്ര എളുപ്പമല്ല. ഈഗോയുടെ പിടി എന്ന് പറയുന്ന അത്ര കരാളമായിട്ടുള്ള പിടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ടാഗോറിനെ പറ്റി പറഞ്ഞത്, നിന്നെ അറിയാൻ മാത്രമുള്ള എന്നിലെ ഞാൻ ബാക്കിയാവട്ടെ, ബാക്കിയൊക്കെ പോട്ടെ എന്നാണ്. എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ബാക്കിയൊക്കെ പൊക്കോട്ടെ, അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കും. എൻ്റെ ഈഗോ പോയാൽ സം സുപ്പീരിയർ ഫോഴ്സ് വിൽ ടേക്ക് കെയർ ഓഫ് മീ എന്നുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ദുർബലരായിട്ടുള്ള നമ്മൾ നമ്മുടെ ഈ സ്യൂഡോ ഇമേജിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദാറ്റ് പ്രിവെൻസ് us ഫ്രം എംപതൈസിങ് വിത്ത് അനദർ പേഴ്സൺ ഓർ അനദർ ഒബ്ജക്റ്റ്. വേറൊന്നുമായി നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് നമ്മളെ പറ്റിയുള്ള ചിന്ത നമ്മളെ അന്ധരാക്കിയിരിക്കുന്നത് കൊണ്ടാണ്. ഒരു കഥയുണ്ടല്ലോ, ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇയാളെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പ്രത്യക്ഷപ്പെട്ടെന്ന വരം കൊടുത്തു കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവസാനം ദൈവം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പറയും, നീ മിണ്ടാതിരുന്നെങ്കിലല്ലേ നിന്റെ മനസ്സിനോട് എനിക്ക് എന്തെങ്കിലും പറയാം. ഇങ്ങനെ മനസ്സ് ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, മറ്റവനെ ഒതുക്കി തരാൻ. അപ്പോൾ ദൈവം പറയും, നീ ഒന്ന് നിർത്തിയെങ്കിലല്ലേ എനിക്ക് നിനക്കൊരു അനുഗ്രഹം തരാൻ സാധിക്കൂ എന്ന് പറയുന്നത് മെറ്റഫോറിക്കലി വളരെ ശരിയാണ്. ഹാർട്ട്ഫുൾനെസ്സിന് വളരെ ശരിയും. കീപ് യുവർ ഹാർട്ട് പ്യുവർ ആൻഡ് എംപ്റ്റി. ഗോഡ് വിൽ ടോക്ക്, ഗോഡ് വിൽ സ്പീക്ക് ഇൻ ടു ദാറ്റ് സൈലൻസ്.
ആ സൈലൻസിൽ നമുക്ക് ദിവ്യതയുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ആ ശബ്ദം മറ്റെങ്ങും നിന്ന് വരുന്നതല്ല, നമ്മുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ പൂത്ത സുഗന്ധമാണത്. അതറിയണമെങ്കിൽ യുവർ ഹാർട്ട് ഷുഡ് ബി സൈലന്റ്. സൈലന്റ് ആവണമെങ്കിൽ ഈഗോ എവിടെ വരുന്ന ചലവലാന്ന് ചലച്ചുകൊണ്ടിരിക്കുന്ന ഈഗോ ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് കടിഞ്ഞാനിട്ട് നിർത്തണം. ഒരു പ്ലാസ്റ്ററെങ്കിലും ഒട്ടിച്ച് തന്നെ വായിൽ ഒട്ടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈഗോ നിൽക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ വിചാരം എന്താണ്? ഈ ഈഗോ ഇല്ലെങ്കിൽ നമ്മളില്ല എന്നാണ്. ദാറ്റ് ഈസ് ബിക്കോസ് വി ഹാവ് ഐഡന്റിഫൈഡ് വിത്ത് ദാറ്റ് ഈഗോ. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഈഗോ ആരാണെന്ന് പറയുന്നു, ആ ആള് തന്നെയാണ് ഞാൻ എന്നാണ് നമ്മുടെ വിചാരം. വാസ്തവത്തിൽ നമ്മളതല്ല. ഓൾ യുവർ ഹാർട്ട്ഫുൾനെസ് എക്സസൈസ് ടെൽസ് യു ഹൂ യു ആർ ആൻഡ് ഹൂ യു ആർ നോട്ട്. ഈഗോ നിങ്ങളോട് പറയുന്ന നിങ്ങളല്ല നിങ്ങൾ, നമ്മളല്ല നമ്മൾ. ആ ഈഗോ നിശബ്ദരായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മളിലൊരു സ്വത്വബോധമാണ് നമ്മൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സ്വത്വത്തിന് എമ്പതൈസ് ചെയ്യാൻ എളുപ്പമാണ്. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് വിത്തിൻ ദ ഗ്രിപ്പ് ഓഫ് ആ ഈഗോയുടെ പിടിയിൽ നിന്ന് വിടാൻ സാധിക്കുമ്പോൾ നമുക്ക് എമ്പതൈസിങ് സാധിക്കും. കമ്പാഷൻ്റെ അൾട്ടിമേറ്റ് വിർച്യൂ ആകുന്നത് എന്തുകൊണ്ട്? ഈ ഈഗോയുടെ പിടിയിൽ നിന്ന് നമ്മളെ വിടാൻ എമ്പതി സാധ്യമാക്കണമെങ്കിൽ കമ്പാഷൻ എന്ന് പറയുന്ന വിർച്യൂ നമ്മൾ അംഗീകരിക്കുകയും ആ വിർച്യൂ ഉണ്ടാകണമെങ്കിൽ ഞാൻ എമ്പതൈസ് ചെയ്യണമെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിൻ്റെ, മനുഷ്യ മനസ്സിൻ്റെ, മനുഷ്യ ചിന്തകളുടെ, മനുഷ്യ ജീവിതത്തിൻ്റെ ഒക്കെ തന്നെ ക്വാളിറ്റി മാറുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ബാക്കി കാര്യങ്ങൾ, എങ്ങനെ ഒരു കമ്പാഷനറ്റ് ഹ്യൂമൻ ബീയിങ്ങിന് കമ്പാഷൻ എന്ന് പറയുന്ന ഗുണം, എമ്പതിയിൽ നിന്ന് ഉളവാകുന്ന കമ്പാഷൻ എന്ന് പറയുന്ന ഗുണം, കമ്പാഷൻ ഈസ് നത്തിങ് ബട്ട് ദി കപ്പാസിറ്റി ടു തിങ്ക് അബൌട്ട് ദി അതർ പേഴ്സൺ ആൻഡ് ഫീൽ ഫോർ ദി അതർ പേഴ്സൺ. മറ്റൊരാളിൻ്റെ സങ്കടത്തെ നമ്മുടേതാക്കി ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്ന കഴിവിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് കമ്പാഷൻ. എമ്പതി കൊണ്ട് എപ്പോഴും കമ്പാഷൻ ഉണ്ടാവില്ല, നമ്മളത് ശ്രമിക്കണം. ആ എമ്പതൈസ് ചെയ്തത് വഴി യു ഷുഡ് അലൗ യുവർ മൈൻഡ് ടു ബി ഫിൽഡ് വിത്ത് കമ്പാഷൻ. അങ്ങനെയാണ് ഭഗവാൻ ബുദ്ധനാവുന്നത്. ബുദ്ധന് ബിംബിസാരൻ്റെ കൊട്ടാരത്തിലേക്ക് ബലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയ ആടുകളെ കണ്ടിട്ട് അയ്യോ കഷ്ടം, ബലി കൊടുക്കാൻ കൊണ്ടുപോകുന്ന ആടുകൾ എന്ന് എക്സ്ക്ലമേഷൻ ഇട്ട് ബുദ്ധൻ പോയില്ല. പോയിരുന്നെങ്കിൽ ദാറ്റ് ഈസ് സിമ്പതി. whereas he could empathize with the animal who is going to be butchered. ഒരു കാരണവുമില്ലാതെ എന്തോ അജ്ഞത കൊണ്ട് കൊല്ലപ്പെടാൻ പോകുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുക്കാൻ ബുദ്ധനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഹിസ് capability to empathize with that imminent death this innocent animal is facing. ഈ നിഷ്കളങ്കനായ ജന്തു ഇപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ മരണത്തെ മുന്നിൽ കണ്ടിട്ട് ഇതെന്ത് പിഴച്ചു, എന്തിനു വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആ ആട്ടിൻകുട്ടിയെ എടുക്കാൻ ബുദ്ധനെ പ്രേരിപ്പിച്ചത് എന്താണ്? അൾട്ടിമേറ്റ് കമ്പാഷൻ. ആ കമ്പാഷന്റെ കാരണമോ ഈ ആടിന്റെ ഇമ്മിനന്റ് ആയിട്ടുള്ള ട്രാജഡിയുമായിട്ട് എംപതൈസ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കാണ്. ബുദ്ധനെ സംബന്ധിച്ച് ഇറ്റ് ബിക്കംസ് എൻ ഇൻസ്റ്റിങ്ക്റ്റ്. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് എംപതൈസ് ചെയ്തിട്ട് ആ ആട്ടിൻകുട്ടിയെ എടുക്കാൻ പ്രേരിപ്പിച്ച ബുദ്ധന്റെ മനസ്സ് കമ്പാഷൻ എന്ന് പറയുന്ന ആ മഹാപുഷ്പം വികസിച്ചു നിൽക്കുന്ന മനസ്സാണ്. മദർ തെരേസയോട് ചോദിച്ചല്ലോ, എങ്ങനെയാണ് മദർ ഈ കുഷ്ഠരോഗികളെ, ഈ കൽക്കട്ടയിലെ അഴുക്ക് പിടിച്ച ഓടയിലൊക്കെ വീട് കിടക്കുന്ന ഈ കുഷ്ഠരോഗികളെയൊക്കെ എടുക്കാൻ അമ്മയ്ക്ക് മദറിന് എങ്ങനെ സാധിക്കുന്നു? എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോയി കുളിപ്പിച്ച് നല്ല വസ്ത്രമെല്ലാം കൊടുത്ത് ഹൗ ഡു യു ഡു ഇറ്റ്? സാധാരണ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, എമ്പതൈസ് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾ ചോദിക്കുകയാണ്, അമ്മ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഹൗ ഡു യു ഡു ഇറ്റ്? ഷീ ഹാഡ് എ വെരി സിമ്പിൾ ആൻസർ, ഐ നഴ്സ് ജീസസ്. ഞാൻ യേശുവിനെയാണ് എടുത്തത്, യേശുവിനെയാണ് ഞാൻ കഴുകി കൊടുത്തത്, യേശുവിനെയാണ് ഞാൻ ശുശ്രൂഷിച്ചത്. which means I see God in all these human figures. ഈ ചതഞ്ഞരഞ്ഞ് കിടക്കുന്ന കുഷ്ഠരോഗികളിൽ ഞാൻ എൻ്റെ യേശുവിനെയാണ് കണ്ടത്. ആ യേശുവിനെ ഞാൻ എടുത്തു, പരിപാലിച്ചു, പരിപോഷിപ്പിച്ചു, അല്ലെങ്കിൽ ശുശ്രൂഷിച്ചു. The ability to see humanity or God in every human being. Compassion. ആ കമ്പാഷൻ എന്നൊക്കെ പറയുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള കമ്പാഷനാണ്. നമുക്കും അപ്രാപ്യമല്ല അവിടെ വന്നു, പക്ഷെ നമുക്കത് വേണ്ട. കാരണം നമുക്ക് ഇത്തിരി ഈഗോ ഒക്കെ വേണം, എങ്കിലും ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും. നമുക്കൊരു വിചാരം, വെറും വിചാരമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥാശ്രമികൾ, we should discover an idiom by which we can still be part of our family and social life, but still be as compassionate as Mother Teresa or Jesus Christ. ആന്തരിക ജീവിതത്തിൽ ബുദ്ധനോളവും ക്രിസ്തുവിനോളവും മദർ തെരേസയോടവും അത്രയും തന്നെ കമ്പാഷനേറ്റ് ആയിട്ട് ജീവിക്കുകയും
ബാഹ്യമായി നമ്മൾ സാമൂഹ്യ ജീവികളായി ഇവിടെ ജീവിക്കുകയും സാധിക്കുന്ന ഒരു ഇഡിയം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായിരിക്കണം ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്റേണലി യു ഷുഡ് ബി എ ബുദ്ധ, ഇന്റേണലി യു ഷുഡ് ബി എ മദർ തെരേസ, യു ഷുഡ് ബി എ ജീസസ്. ജീസസും അത് തന്നെയാണല്ലോ. ജീസസ് നെവർ വെന്റ് ടു ദ റിച്ച് മാൻ, ഓർഡിനറി പീപ്പിൾ അല്ലേ? അപ്പോൾ ഈ കമ്പാഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഹൗ കമ്പാഷൻ വർക്ക്സ്. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ കുടുംബത്തിനുള്ളിലാണ് ഈ കമ്പാഷൻ ഇല്ലാത്തത് ഉണ്ട് എന്നാണ് നമ്മുടെ വിചാരം, പക്ഷേ ഇല്ല. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ കൊല്ലത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചു വരിക, ബാക്ക് സീറ്റിലിരുന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ കുടുംബ കോടതിയിൽ വലിയ ആൾക്കൂട്ടമാണ്. ഒരു 10-15 കാറ്, കുറേ ആൾ പെണ്ണുങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഐ ട്രൈ ടു എംപത്തൈസ് വിത്ത് വൺ മാൻ. സ്ത്രീകളോട് എംപത്തൈസ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം ഒരു ആണിനോട് എംപത്തൈസ് ചെയ്യാനാണ്. സന്തോഷത്തോടു കൂടി വിവാഹമോചനം കൊടുക്കുന്ന ഒരുത്തനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം വിവാഹമോചനത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുകയാണ് അവിടെ. ഇയാൾ എന്തുമാത്രം ക്രൂരനാണെന്ന് അവളും ഇവൾ എന്തുമാത്രം അധമയാണെന്ന് അയാളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അബ്സേർഡ് നാടകം അരകേറുന്ന സ്ഥലമാണല്ലോ കുടുംബ കോടതി. എന്നാൽ ദേ വർ ദ വെരി സെയിം കപ്പിൾ ഹു സെലിബ്രേറ്റഡ് ദിയർ ഹണിമൂൺ. മനസ്സിലായില്ലേ? ഒരു കാലത്ത് മധുവിധു ആഘോഷിച്ച യുവമിഥുനങ്ങൾ, യുവാക്കളല്ലായിരിക്കാം, ആണ് ഇപ്പൊ കടി കൂടിക്കൊണ്ട് ഈ കോടതിയിൽ വക്കീലന്മാർക്ക് കാശ് കൊടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്നത്. എന്തിനാണ്? ടു ഗെറ്റ് റിഡ് ഓഫ് ഈച്ച് അതർ. ഞാൻ ഇന്നലെ അവിടെ ഇരുന്ന് ഈ ഹാർട്ട്ഫുൾനെസ് ഒന്നും ആലോചിച്ചില്ല. ഐ ജസ്റ്റ് എംപത്തൈസ്ഡ് വിത്ത് സംബഡി ദേർ. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവനവൻ്റെ ഭാര്യയെ കളയണമെന്ന് ആഗ്രഹമുണ്ടോ? വിൽ ഹി നോട്ട് മിസ് ദ ഫാമിലി ലൈഫ് വിച്ച് ഹി ലെഡ്? പക്ഷെ സമ്മതിക്കുകയില്ല. വക്കീല് സമ്മതിക്കില്ല. വക്കീല് സമ്മതിച്ചാൽ അവൻ്റെ ഈഗോയും സമ്മതിക്കില്ല. അവൻ്റെ ഈഗോ സമ്മതിച്ചാൽ അവളെ കളയുക എന്ന് പറഞ്ഞ അമ്മയും സമ്മതിക്കില്ല. കൂടുതലും അങ്ങനെയാണല്ലോ. ഒരു നീ അവളെ കളഞ്ഞേക്ക്, അവളെ കൊള്ളൂല എന്ന് പറഞ്ഞ് ഇവനെ ഇളക്കി വിട്ട് അമ്മയെ അനുവദിക്കില്ല. അത് കേട്ട് തുള്ളി അവൻ്റെ ഈഗോയും അനുവദിക്കില്ല, പോരാത്തതിന് വക്കീലും അനുവദിക്കില്ല. കാരണം വക്കീലിന് കൂടെ കാശ് കിട്ടും. ആൻഡ് ദിസ് ഫെലോ ലൈക്ക് എ ഫൂൾ ബിലീവ്സ് വാട്ട് അതേഴ്സ് സേ. ഇതാണ് ഈ ദാമ്പത്യം നമുക്ക് നല്ലതല്ല, അവൾ ശരിയല്ല, എങ്ങനെയെങ്കിലും അവളെ ഉപേക്ഷിച്ചാൽ പിന്നീടുള്ള ജീവിതമാണ് സാക്ഷാൽ ജീവിതം. ഒരു ദിവസം പോലും നേരെ ജീവിക്കില്ല എന്നുള്ള വേറൊരു കാര്യം. എന്താ കാരണം? ഈ അവിടെ നടക്കുന്ന കുടുംബ കോടതിയാണ് ഞാൻ പറയുന്നത്. കുടുംബ കോടതിയിൽ ഇന്നലെ ഞാൻ ആ വണ്ടി അവിടെ ഒരു ട്രാഫിക് ജാമായി ഇത്തിരി നേരം നിന്നപ്പോൾ സംഭവിച്ചതാണ്. ഇറ്റ് ഈസ് ഓൾ എ ക്ലാഷ് ഓഫ് ഈഗോ. എംപതൈസ് ചെയ്യാൻ സാധിക്കാത്ത ഈഗോകളുടെ ഒരു നിഴൽ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഈ അവിടെ 20 കപ്പലുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു 20 കപ്പലിനോടും ഒരു ഉപദേശം കൊടുക്കണം. ഇതൊക്കെ ഇന്നലെ ഉള്ളൂർ അടുത്തെത്താറായപ്പോൾ അവിടെ ട്രാഫിക് ജാം ആയതുകൊണ്ട് പറ്റിയതാണ് കേട്ടോ. ഐ തോട്ട് ഐ ഷുഡ് ബി ഏബിൾ ടു ഗിവ് ദം വൺ അഡ്വൈസ്. ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ഇതൊക്കെ ഈ മലർപ്പൊടി വയ്ക്കുന്നത് പോലെയാണ്, ഒന്നും സംഭവിച്ചില്ല. ഒരു അഡ്വൈസ് എന്താണ്? റീകോൾ ദ മോസ്റ്റ് ഹാപ്പി മൊമെന്റ് യു ഹാവ് സ്പെൻഡ് ടുഗദർ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, എഴുതി വെച്ചാൽ മതി. എന്നിട്ട് കൈമാറണം. കൈമാറുമ്പോൾ ഐ എം ഷുവർ ദിസ് ഫെലോ വിൽ ബി ഓവർവെൽംഡ്. അവളത് ഓർക്കുന്നുണ്ടല്ലേ, ഈ പഹയനത് ഓർക്കുന്നുണ്ടല്ലേ. അടുത്ത രംഗം നമ്മൾ കുറച്ചും കൂടെ ഗാഢമായിട്ടുള്ള കാര്യങ്ങൾ. ഇൻ അനദർ 2-3 വീക്സ് ഐ എം ഷുവർ ഈ ഫ്രോസൺ ഈഗോ ക്യാൻ ബി അൺഫ്രോസൺ. എന്തോ നിസ്സാരമായിട്ടുള്ള സന്ദർഭങ്ങളിലുണ്ടായ വഴക്ക്, ആ വഴക്ക് നടന്ന സമയത്ത് ഈഗോ ഡ്രിവണായിട്ട് പറഞ്ഞു പോയ പരുഷ വചനങ്ങൾ, ആരൊക്കെയോ കൂടെ പിരികേറ്റി കൊടുത്ത് ചെയ്ത കൂട്ടിയ കാര്യങ്ങൾ, അൾട്ടിമേറ്റ്ലി ദർ ഈസ് നോ ഹേറ്റഡ് ബിറ്റ്വീൻ ദം. ഓൾദോ നൗ ഇറ്റ് ഈസ്, അതിപ്പോൾ ഒരു ഹേറ്റഡ് ആക്കി മാറ്റി എന്നുള്ളതല്ലാതെ വേറെ വെറുപ്പ് വല്ലതുണ്ടോ? കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. എന്തോ കാരണത്താൽ തെറ്റി. ഐ ഡോണ്ട് സേ എല്ലാ കുടുംബ വഴക്കുകളും എന്താണ് ഡിവോഴ്സുകളും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദർ കുഡ് ബി ലെജിറ്റിമേറ്റ് റീസൺസ് ഓൾസോ. ബട്ട് ബൈ ആൻഡ് ലാർജ് ഈ കുടുംബ കോടതിയിൽ സമയം കളയുന്ന മിക്കവാറും ആളുകൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് എംപതൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, എംപതൈസ് വിത്ത് ദി അതർ പേഴ്സൺ, വിത്ത് യുവർ, നമ്മൾക്ക് ആർക്കെതിരായിട്ടാണോ നമ്മളവിടെ ഫൈറ്റ് ചെയ്യുന്നത് അയാളെ കുറിച്ചൊന്ന് എംപതൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഐ എം ഷുവർ 80% ഓഫ് കുടുംബ കോടതി വഴക്കുകൾ അപ്പോഴേ തീരും. ദേ ഡു നോട്ട് തിങ്ക് അബൌട്ട് ദ ഗുഡ് തിങ് അബൌട്ട് ദി അതർ പേഴ്സൺ. മറ്റേ ആൾ ചെയ്തിട്ടുള്ള ഒരു നന്മയെ പറ്റിയും നമ്മുടെ ഈഗോ ചിന്തിക്കാൻ അനുവദിക്കുകയില്ല. ചില അൺഗാർഡഡ് മൊമെന്റ്സിൽ നമുക്ക് അയാളെ പറ്റി ചില നല്ല ചിന്ത വരും കേട്ടോ, അവളെ പറ്റിയും വരും. പക്ഷെ നമ്മൾ യുദ്ധത്തിലല്ലേ, നമുക്ക് ചിന്തിക്കാൻ പാടുണ്ടോ?
ചിന്തിക്കാൻ പറ്റില്ല. ഏറ്റവും തിങ്ക് അബൌട്ട് ദ വേസ്റ്റ് ആൻഡ് കീപ്പ് ഓൺ ദ ഹേറ്റ്രഡ് ബോയിലിംഗ്. ആ ഹേറ്റ്രഡ് ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിദ്വേഷം തിളച്ചുകൊണ്ടേ നിന്നെങ്കിൽ മാത്രമേ കേസിൽ രക്ഷയുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ലീഗലി വെഡഡ് വൈഫിനെ ഏറ്റവും മോശപ്പെട്ടവളായി ചിത്രീകരിച്ചുകൊണ്ട് കോടതിയിൽ അവൾ എത്ര മോശക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവളുടെ പതനം എൻ്റെ വിജയം ആണല്ലോ. അവൾ മോശക്കാരിയാണെന്ന് സ്ഥാപിച്ചാൽ എനിക്ക് ഡിവോഴ്സ് കിട്ടുന്നു, ഞാൻ വിജയിക്കുന്നു, അവൾ പരാജയപ്പെടുന്നു. യഥാർത്ഥ പ്രേമത്തിൽ, സ്നേഹത്തിൽ നിന്റെ പരാജയം എൻ്റെയും കൂടി പരാജയമാവുന്നിടത്താണല്ലോ എമ്പതി. അല്ലേ? വെൻ യു ലൂസ് ഐ ടു ലൂസ്, വെൻ യു വിൻ ഐ ടു വിൻ. അതാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ പരസ്പരം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വിജയിക്കാൻ സാധിക്കുമോ എന്നവർക്ക് തോന്നുമെങ്കിൽ 50% ഓഫ് ദ കേസസ് വിൽ ബി ഓവർ. പക്ഷേ ആരും സമ്മതിക്കുകയില്ല. അവിടെ ഇരിക്കുന്ന കൗൺസിലേഴ്സ് ഉണ്ട്, അവർ തീരെ സമ്മതിക്കുകയില്ല. അതുപോട്ടെ, ഞാൻ പറയുന്നത് ഫാമിലിക്കുള്ളിൽ എന്തുകൊണ്ടാണ് വിള്ളലുകൾ ഉണ്ടാകുന്നത്? ബിക്കോസ് it is not the heart that speaks, but your intellect that speaks. It is the ego that speaks. ഈഗോയ്ക്ക് വഴങ്ങി കൊടുക്കുന്നത് നിങ്ങളുടെ ദുർബുദ്ധിയാണ് അവിടെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വഴങ്ങി കൊടുക്കുന്നു? യു ആർ നോട്ട് ഏബിൾ. ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ വീട്ടിനുള്ളിലുണ്ടാകുന്ന കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങളെ, അസ്വാരസ്യങ്ങളെ പർവ്വതീകരിക്കാൻ നമ്മുടെ ഈഗോ ആവശ്യപ്പെടുമ്പോൾ യുവർ എംപതൈസിങ് ഫെസിലിറ്റി ഷുഡ് ടെൽ യു ദാറ്റ് പോട്ടെ, ഷീ മെയ്ഡ് എ മിസ്റ്റേക്ക്, യു ഓൾസോ മേക്ക് എ മിസ്റ്റേക്ക്, വാട്ട് ഈസ് ദർ സോ ബിഗ് ഡീൽ അബൌട്ട് ഇറ്റ് എന്ന് അവളുടെ മിസ്റ്റേക്കിനോടോ നമ്മുടെ മിസ്റ്റേക്കിനോടോ പരസ്പരം എംപതൈസ് ചെയ്യാൻ, ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ പറ്റുമായിരുന്നല്ലോ എന്ന് ഒരു നിമിഷം വിചാരിക്കാനുള്ള കഴിവ് നമ്മുടെ മക്കൾക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഫാമിലി ലൈഫ് ഈസ് റെസ്റ്റ്സ് ഓൺ ദാറ്റ് കൈൻഡ് ഓഫ് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഒരുപാട് കാലം അടുത്തടുത്ത് കിടക്കുമ്പോൾ അങ്ങനെ ജീവിക്കുമ്പോഴത്തേക്ക് നമുക്ക് പരസ്പരം വലിയ വി ടേക്ക് ഈച്ച് അതർ ഫോർ ഗ്രാൻറ്റഡ്. ദാറ്റ് ഓൾസോ ലീഡ്സ് ടു പ്രോബ്ലം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ കമ്പാഷൻ എന്ന് പറയുന്ന വിർച്യു ഇല്ലാത്തത് തന്നെയാണ് കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. ബിക്കോസ് വി ആർ നോട്ട് ഏബിൾ ടു എംപതൈസ്. ഇറ്റ് ഈസ് അവർ ഈഗോ ദാറ്റ് സ്പീക്സ്, ഇറ്റ് ഈസ് അവർ ഈഗോ ദാറ്റ് റെക്സ്. അവിടെ ഇത്രയും കമ്പാഷൻ, എൻ്റെ ഭാര്യയെ പരാജയപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പണം വക്കീലിനെ കൊണ്ട് കൊടുക്കുന്നത് എന്നും ഈ കേസിൽ ഞാൻ വിജയിക്കുന്ന ദിവസം എൻ്റെ ഭാര്യ പരാജയപ്പെടുന്ന ദിവസമാണ് എന്ന് വിചാരിക്കുമെങ്കിൽ ഡു യു വാണ്ട് ദാറ്റ് വിക്ടറി എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകുമെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഹാർട്ട്ഫുൾനെസ്, ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് കമ്പാഷൻ.